അതോ സന്തോഷമായിരുന്നു പ്രാർത്ഥന ഇല്ലാത്തതുകൊണ്ട്? ആമേൻ ആമേൻ. എനിക്ക് ലിങ്ക് കിട്ടിയില്ല. ഓക്കെ, പുതിയ ലിങ്ക്, നിങ്ങൾക്ക് പുതിയ ലിങ്കിലോട്ട് വരണം. നമ്മുടെ പഴയ ലിങ്ക് ഇരിക്കുന്നത്, പഴയ ലിങ്ക് വർക്ക് ആവുന്നുണ്ടോ? ഓക്കെ, പഴയ ലിങ്ക് വർക്ക് ആവുന്നുണ്ടല്ലേ? നമ്മുടെ കാണാൻ പറ്റുന്നുണ്ട് ഇപ്പൊ. ഓക്കെ, കുഴപ്പമില്ല. കാണുന്നത് എനിക്ക് തോന്നുന്നു. സ്വതന്ത്രം. കുഴപ്പമില്ല, നമ്മുടെ പുതിയ ലിങ്ക് ഞാൻ ഇട്ടിട്ടുണ്ട്. കുഴപ്പമില്ല, പഴയ ലിങ്ക് വർക്ക് ആവുമെങ്കിൽ കുഴപ്പമില്ല, നിങ്ങളത് യൂസ് ചെയ്തു. നമ്മുടെ മീറ്റിംഗ് പെട്ടെന്ന് സ്റ്റക്കായിപ്പോയി. എനിക്ക് വന്ന സൂമുകാർ വലിയൊരു രീതിയിൽ നമ്മുടെ പ്രാർത്ഥന പെട്ടെന്ന് ഇതൊന്ന് ബ്ലോക്കാക്കി കളഞ്ഞു. എനിക്കൊന്നും ചെയ്യാൻ പറ്റാതെ പോയി. നമുക്കൊന്ന് എന്നുവെച്ചാൽ വർക്കാകാതായി പെട്ടെന്നാണത് സ്റ്റക്കായി പോയത്. അവർ വലിയൊരു പേയ്മെൻറ്റ് അത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവരൊരു വല്ലാത്തൊരു ഇതാക്കി. പക്ഷെ അത് തെറ്റിദ്ധാരണ പുറത്ത് വന്നതാണ്. ഒരു മിസ്റ്റേക്കിൽ നമ്മൾ ചെയ്തൊരു ഓപ്ഷൻ എന്തോ മാറിപ്പോയതാണ്. എങ്കിലും കർത്താവ് അതെല്ലാം ശരിയാക്കി. കാര്യം കർത്താവിന് ഈ പ്രാർത്ഥന മുന്നോട്ട് കൊണ്ടുപോകണമെന്ന്, നമ്മളെയൊക്കെ അനുഗ്രഹിക്കണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് കർത്താവ് ഏറ്റവും ഭംഗിയായി തന്നെ കർത്താവ് അത് ചെയ്യുന്നു. ഇന്നും കർത്താവ് ഏറ്റവും ബെസ്റ്റായിട്ട് തന്നെ അത് ചെയ്യുവാൻ ഇടയായിത്തീരും. ദൈവം നമ്മളെ സകലത്തിലും ഇന്ന് സൂക്ഷിക്കുന്നല്ലോ. കർത്താവ് നമ്മളെ സകല കാര്യത്തിലും അനുഗ്രഹമാക്കി. കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്യുവാണ്. എല്ലാവരും ഒന്ന് കയറിക്കോട്ടെ എന്ന് ഓർത്തുകൊണ്ടാണ്. യേശുവിൻ്റെ നാമത്തിൽ. എനിക്ക് തോന്നുന്നു ലൈവ് ക്ലിയർ ആണെന്ന് തോന്നുന്നു അല്ലേ? ലൈവിൽ ഓഡിയോ ഒക്കെ ക്ലിയർ ആണെന്ന് തോന്നുന്നു. ഓക്കെ, ഓക്കെ, ലൈവ് ക്ലിയർ ആണെന്ന് എനിക്ക് തോന്നുന്നത്. ദൈവം നമ്മളെ സകലത്തിലും സൂക്ഷിക്കട്ടെ. സകല കാര്യത്തിലും കർത്താവ് നമ്മളെ അനുഗ്രഹമാക്കി മാറ്റുന്നല്ലോ. സ്തോത്രം. എനിക്ക് തോന്നുന്നത് 2-3 ദിവസം നിങ്ങളോട് സംസാരിക്കാത്തതുകൊണ്ട് എനിക്കും ഭയങ്കര വിഷമമായിരുന്നു. നിങ്ങൾക്കും അങ്ങനെ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നു. കാര്യം കൂട്ടായ്മയുടെ ശക്തി. ഓക്കെ, സൗണ്ട് ക്ലിയർ അല്ലേ? കൂട്ടായ്മയുടെ ശക്തി നമ്മൾ ഉദ്ദേശിക്കുന്നതിലും അപ്പുറമാണ്. ഞാൻ ഓർത്തിന്നത് കൊണ്ടാണ് 2-3 ദിവസം എടുക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ കർത്താവ് അതെല്ലാം ക്ലിയർ ചെയ്യാൻ ഇടയായി തീർന്നു. വലിയൊരു അത്ഭുതം എന്ന് പറഞ്ഞാൽ നമ്മൾ 300 പേരുടെ പ്ലാറ്റ്ഫോമായിരുന്നു നമ്മളത് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അതാണ് ബ്ലോക്കായി പോയത്. ദൈവകൃപയാൽ വീണ്ടും കർത്താവ് വർദ്ധിപ്പിച്ചു. 500 പേരെ താങ്ങാനുള്ള രീതിയിലേക്ക് കർത്താവ് അത് മാറ്റി. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇനിയും അനേകരിലേക്ക് സുവിശേഷം എത്തിക്കണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് സുവിശേഷത്തിനായിട്ട് ഒരുങ്ങാം. സുവിശേഷത്തിൻ്റെ വക്താക്കളാക്കി നമുക്ക് മുന്നോട്ട് പോകാം. നിങ്ങൾ എനിക്ക് വന്ന കഴിവതും ഈ പ്രയർ ലിങ്കുകളൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. ഈ ദിവസങ്ങളിലൊക്കെ ഒത്തിരി സാക്ഷ്യങ്ങൾ, ഈ ഒരു ദിവസങ്ങളിലൊക്കെ യൂട്യൂബിലെയും മറ്റു വാട്സാപ്പിലും ഒക്കെ കേൾക്കുന്ന ആൾക്കാർ ഒത്തിരി സാക്ഷ്യങ്ങൾ അയക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുന്ന, അവരോട് ഞാൻ ചോദിക്കും എങ്ങനെയാണ് നിങ്ങൾ ഈ പ്രാർത്ഥന വന്നത്? അപ്പോൾ കുറച്ച് ആൾക്കാർ പറയും യൂട്യൂബിൽ നിന്നാണ്, ഫേസ്ബുക്കിൽ നിന്നാണെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം അതിലുപരിയായിട്ട് ചില ആൾക്കാർ പറയും എനിക്ക് ഇന്നയാളൊരു ലിങ്ക് തന്നതാണ്, ഇന്നയാൾ തന്ന ലിങ്കിൽ കയറിയാണ് ഞാൻ ഈ പ്രാർത്ഥനയ്ക്ക് വന്നതെന്നൊക്കെ പറയുമ്പോൾ ദൈവകൃപയാൽ ഒത്തിരി സന്തോഷം. നിങ്ങൾ അനേകർക്ക് വേണ്ടി സുവിശേഷത്തിനായി ഇത് ചെയ്യുന്നല്ലോ. ഇനിയും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയും ദൈവം നിങ്ങളെ അനേകർക്ക് സുവിശേഷത്തിൻ്റെ വാതിലായി മാറ്റട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. എത്ര പേര് വചനം ഭക്ഷിച്ചു? അവർ മാത്രം ആമേൻ പറഞ്ഞേ. ആമേൻ. കർത്താവ് നമ്മളെ സകലത്തിലും തീർച്ചയായിട്ടും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് അവസാനം പ്രാർത്ഥിക്കാം. ബർത്ത്ഡേക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവസാനം പ്രാർത്ഥിക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദീർഘായുസോടെ ദിവ്യ ആരോഗ്യത്തോടെ കർത്താവ് നിങ്ങളെ നടത്തുമാറാകട്ടെ. പരിശുദ്ധാത്മാവ് ഇന്ന് സൂക്ഷിക്കുന്നല്ലോ. സകല കാര്യത്തിലും ദൈവം അത്ഭുതമാക്കി മാറ്റുന്നതിന് നന്ദി പറയുന്നു. നമുക്കിന്ന് പ്രാർത്ഥനയോടെ തന്നെ കർത്താവിൻ്റെ വചനങ്ങളെ കേൾക്കാം. അപ്പോൾ ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചോണം, ഇതെൻ്റെ അത്ഭുതം. എൻ്റെ കൂടെ എന്ന് പറഞ്ഞു, ഇതെൻ്റെ അത്ഭുതത്തിൻ്റെ സമയമാണെന്ന് പറ. ആമേൻ. ഞാൻ ലൈവ് ഒന്ന് ചെക്ക് ചെയ്തോട്ടെ, ഒരു സെക്കൻഡ്. ആമേൻ. കർത്താവ് നമ്മളെ സകലവും അനുഗ്രഹമാക്കി മാറ്റുന്നല്ലോ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സകല കാര്യത്തിലും അനുഗ്രഹമാക്കും. നമുക്ക് ഇന്നത്തെ അനുഗ്രഹത്തിന് ഞാനൊരു വാക്യം ഒന്ന് വായിക്കാം. കർത്താവ് നമ്മളെ സൂക്ഷിക്കുന്നത് കൊണ്ടും ദൈവം നമ്മളെ പരിപാലിക്കുന്നത് കൊണ്ടും എല്ലാ ദിവസവും കൃപ പെരുകുന്നല്ലേ, കൃപ പെരുകുന്നവരാണ് നമ്മൾ. എല്ലാവരും സൗണ്ട് മൈക്ക് മ്യൂട്ട് ചെയ്തോണം, എല്ലാവരും ശ്രദ്ധിച്ചോണം. കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനാണ്. ഞാൻ നിങ്ങൾക്ക് അനുഗ്രഹത്തിനായ ഒരു വാക്യം നിങ്ങൾക്ക് വേണ്ടി ഇവിടെ വായിക്കാം. ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. ഒരുമിച്ചൊരു ആമേൻ എല്ലാവരും ഒന്ന് പറഞ്ഞേ. എല്ലാവരും ആമേൻ പറഞ്ഞേ. ആമേൻ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പറഞ്ഞോ. ബിന്ദു ബാലകൃഷ്ണൻ എന്നുള്ള സിസ്റ്റം, റാണി സന്തോഷം എന്നുള്ള സിസ്റ്റം കൂടെ അൺമ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ദയവ് ചെയ്ത് അവരൊന്ന് ശ്രദ്ധിക്കണം. ഞാൻ മ്യൂട്ട് ചെയ്യുകയാണ് പല പ്രാവശ്യമായി രണ്ടുപേരും.
ദയവേത് ഓക്കെ നിങ്ങളത് മ്യൂട്ട് ടോംസ് മാറ്റരുത്. മ്യൂട്ട് ചെയ്യുന്നുണ്ട്, ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ മ്യൂട്ട് മാറ്റല്. അപ്പോൾ ഇതാണ് കുഴപ്പം, ആൾക്കാർ ഇപ്പോൾ കേൾക്കുന്നില്ലായിരിക്കും, അതും കൂടെ അത് ശ്രദ്ധിച്ചോണം. നിങ്ങൾ മ്യൂട്ട് ചെയ്യുന്നുണ്ട്, അപ്പോൾ ടോംസ് നോക്കിയിരുന്നോണം. മ്യൂട്ട് തിരുതരാന്ന് ആൾക്കാർ മ്യൂട്ട് മാറ്റുന്നവർ ചിലപ്പോൾ ചിലർക്ക് അറിയത്തില്ല അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചോണം. നിങ്ങളിവിടെ നിന്ന് മ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ മ്യൂട്ട് മാറ്റരുത് പിന്നെയും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ചെന്ന് പ്രാർത്ഥനയോടെ തന്നെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ മുന്നോട്ട് പോകാം. ഇന്നത്തെ അനുഗ്രഹത്തിനായി ഞാനൊരു വാക്യം സദൃശവാക്യത്തിൻ്റെ അകത്തു നിന്നാണ് നമ്മളിന്ന് കേൾക്കാൻ വേണ്ടി പോകുന്നത്. എത്രവർക്ക് സന്തോഷമുണ്ട് അവർ മാത്രം എൻ്റെ കൂടെ ആമേൻ പറഞ്ഞേ. ആമേൻ. കർത്താവ് നിങ്ങളെ സകലത്തിലും സൂക്ഷിക്കുന്നല്ലോ, ദൈവം നിങ്ങളെ അത്ഭുതമാക്കി മാറ്റുന്നല്ലോ. പ്രാർത്ഥനയോടെ തന്നെ ആമേൻ. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ മുന്നോട്ട് പോകാം. ഒരു കാര്യം പറഞ്ഞോട്ടെ ബ്രദറെ, വേഗത്തിൽ ഒരു കാര്യം പറഞ്ഞു. പറഞ്ഞോട്ടെ ബ്രദറെ. വേഗത്തിൽ പറഞ്ഞു. ബ്രദറെ, ഈ പ്രാർത്ഥനയാണ് ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നത്. ബ്രദറിന്റെ ഈ പ്രാർത്ഥനയാണ് എന്നെ ജീവിപ്പിക്കുന്നത്. അത് 2 ദിവസം പടങ്ങിയപ്പോൾ അതുപോലുള്ള വേദനയെ എനിക്ക് അനുഭവപ്പെട്ട്. തീർച്ചയായും നമ്മളെല്ലാം ഒരുമിക്കുന്നത്, ഞാൻ ഈ കോർഡിനേറ്റ് ചെയ്യാൻ പറഞ്ഞില്ല, എപ്പോഴും ഞാനിത് കോർഡിനേറ്റ് ചെയ്യുന്ന ആൾ മാത്രമാണ്. നമ്മുടെ നടുവിൽ പരിശുദ്ധാത്മാവ് ഉള്ളതുകൊണ്ടാണ് നമുക്കൊരാഗ്രഹം ഉണ്ടാകുന്നത്. ആ പ്രാർത്ഥന ഇല്ലാത്തപ്പോൾ നമുക്കൊരു മിസ്സിങ് ഫീലിംഗ് ഉണ്ടാകുന്നത്. പരിശുദ്ധാത്മാവ് നമ്മളെ കൂടുതൽ വളർത്തുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം നമ്മളെ വളർത്തും. നമ്മളെപ്പോഴും പറഞ്ഞാൽ ഉയർച്ച തന്നെ നമ്മൾ പ്രാപിക്കും, നമ്മൾ താഴ്ച പ്രാപിക്കത്തില്ല. അതുകൊണ്ട് കർത്താവിൽ ആ സന്തോഷം. ഇനിയും നിങ്ങൾ പ്രാർത്ഥനയിൽ ബലപ്പെടുക, ശക്തിപ്പെടുക. ഇന്നത്തെ അനുഗ്രഹത്തിന് നമുക്കൊരു വാക്യം വായിക്കാം, സദൃശവാക്യങ്ങൾ. അതിൻ്റെ 7-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്: മകനെ, എൻ്റെ വചനങ്ങളെ പ്രമാണിച്ച് എൻ്റെ കൽപ്പനകളെ നിൻ്റെ ഉള്ളിൽ സംഗ്രഹിച്ചു കൊള്ളുക. നീ ജീവിച്ചിരിക്കേണ്ടതിന് എൻ്റെ കൽപ്പനകളെയും ഉപദേശത്തെയും നിൻ്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുകൊള്ളുക. നിൻ്റെ വിരലിന്മേൽ അവയെ കെട്ടുക, നിൻ്റെ ഹൃദയത്തിൻ്റെ പലകയിൽ അത് എഴുതുക. ഇവിടെ ശ്രദ്ധിച്ചോണം, 1-2 കാര്യങ്ങൾ കർത്താവിൻ്റെ വചനത്തിൽ പറയുകയാണ്. ഒന്ന്, തിരുവചനത്തിൽ പറയാം, മകനെ, വചനങ്ങളെ പ്രമാണിച്ച് എൻ്റെ കൽപ്പനകളെ നിൻ്റെ ഉള്ളിൽ സംഗ്രഹിച്ചു കൊള്ളുക. ഇപ്പോൾ വചനം പറയുകയാണ്, വചനങ്ങളെ പ്രമാണിച്ച് നിൻ്റെ ഉള്ളിൽ അത് സംഗ്രഹിച്ചു കൊള്ളുക. ശ്രദ്ധിച്ചോണം, കർത്താവിൻ്റെ വചനം നമ്മൾ കേൾക്കുന്ന സമയത്ത് ഈ വചനം നിങ്ങളുടെ ഉള്ളിൽ എന്ത് ചെയ്യണം? ഈ സംഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ ട്രഷർ ചെയ്യുക എന്ന് കൊടുത്തേക്കാം. അതിൻ്റെ അർത്ഥം അതിനെ സൂക്ഷിച്ചു വെക്കുക. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന ഒരു വചന ചിന്തയെന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചിരിക്കുക. എൻ്റെ കൂടെ എന്ന് പറഞ്ഞോട്ടെ, ശ്രദ്ധിക്കണമെന്ന് പറ. ശ്രദ്ധിക്കണം. നമ്മളിനി ശ്രദ്ധിക്കാൻ വേണ്ടി പോവാണ്. ശ്രദ്ധിച്ചിരുന്നോണം. നമ്മൾ പലപ്പോഴും വചനം കേൾക്കുന്നവരാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വചനത്തിനൊരു പ്രത്യേകതയുണ്ട്. ആരാണോ ദൈവവചനത്തോട് പ്രതികരിക്കുന്നത് അവരെ വചനം വല്ലാതെ അങ്ങോട്ട് ഇഷ്ടപ്പെടും. ആമേൻ. വചനത്തിനൊരു പ്രത്യേകത ഉണ്ട്. വചനത്തോട് ആര് പ്രതികരിക്കാൻ തുടങ്ങുന്നോ ആ വ്യക്തിയെ കർത്താവിൻ്റെ വചനം എന്ത് ചെയ്യാൻ തുടങ്ങുമെന്നറിയാവോ? ഉപയോഗിക്കുവാൻ തുടങ്ങും. ഇപ്പോൾ നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ബൈബിൾ തന്നെ പറയുകയാണ്, മകനെ, എൻ്റെ വചനങ്ങളെ പ്രമാണിച്ച് അതിൻ്റെ കൽപ്പനകളെ നിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യണം? സംഗ്രഹിക്കണം. അതിൻ്റെ അർത്ഥം നീ അതിനെ സൂക്ഷിക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. അടുത്ത വാക്യത്തിൽ പറയുന്നു, നീ ജീവിച്ചിരിക്കേണ്ടതിന്. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രത്യേകതയുണ്ട്, എന്നെ ജീവിപ്പിക്കുവാൻ പറ്റും. തുടക്കത്തിൽ ആൻറ്റി പറഞ്ഞതുപോലെ ഈ വചനമാണ് എന്നെ മുന്നോട്ട് ജീവിപ്പിക്കുന്നത് പറഞ്ഞു, അല്ലെങ്കിൽ ഈ പ്രാർത്ഥനയാണെന്ന് പറഞ്ഞതിൻ്റെ കാരണം ഈ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവ് വചനത്തെ തുറക്കുന്നത് കൊണ്ടാണ്. ദൈവവചനം ഇവിടെ തുറക്കുന്നത് കൊണ്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? കർത്താവിൻ്റെ വചനത്തിൽ നിന്നും നമുക്ക് മുന്നോട്ട് പോകുവാനുള്ള ശക്തി ലഭിക്കുന്നത്. അപ്പോൾ ഈ വചനം നമ്മൾ കേൾക്കുമ്പോൾ ഈ വചനം നമ്മുടെ ഉള്ളിൽ അങ്ങോട്ട് പതിയുകയാണ്. ഈ ദൈവവചനം നമ്മുടെ ഉള്ളിൽ പതിയുകയാണ്. നമ്മളിപ്പോൾ നിങ്ങൾ ഈ കർത്താവിൻ്റെ വചനം കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു തോന്നലുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തയ്ക്കകത്തൊരു ഭാരം ഉണ്ടാകുമെന്ന് വിചാരിച്ചു. ഈ വചനം തുടർമാനമായിട്ട് കേൾക്കുന്നൊരു വ്യക്തി എന്തുണ്ടാകുമെന്ന് വെച്ചാൽ ആ വ്യക്തിക്കകത്ത് മാറ്റം ഉണ്ടാകും, ആ വ്യക്തിക്കകത്ത് മാനസാന്തരം ഉണ്ടാവും, ആ വ്യക്തിക്കകത്ത് രൂപാന്തരം ഉണ്ടാവും. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവവചനത്തിന് നിങ്ങളെ മാറിയവനെ പോലെ ആക്കാൻ പറ്റും. ഇപ്പോൾ ഒരു വ്യക്തി വചനം കേൾക്കുവാന്നിരിക്കട്ടെ, ഒരു വ്യക്തി തുടർമാനമായിട്ട് വചനം കേൾക്കുക, ആ വ്യക്തിയുടെ ഉള്ളിൽ ഈ വചനം കയറിയാൽ ആ വചനം എന്ത് ചെയ്യുന്നറിയോ? വചനം തൻ്റെ സ്വഭാവം കാണിക്കും. ഇവ നിങ്ങളൊരു ഉദാഹരണം പറയാം. വചനം, യേശു പറഞ്ഞ വാക്ക് നമ്മൾ എപ്പോഴും പറയുന്നുണ്ട്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിന്ന് വരുന്ന സകല വചനത്താലും ജീവിക്കുന്നു. അപ്പോൾ വചനം അകത്തോട്ട് വന്നാൽ വചനം എന്നെ ജീവിപ്പിക്കും. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ബ്രദറെ, ഈ കണക്കിന് പോയി കഴിഞ്ഞാൽ ഞാൻ ജന്മത്തിൽ രക്ഷപ്പെടത്തില്ല, ഞാൻ ഒരിക്കലും ഗതി പിടിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിച്ചു. പെട്ടെന്ന് നിങ്ങൾ ഈ വചനം കേൾക്കുക. കർത്താവേ, ഇങ്ങനൊരു വചനമാണ്, യഹോവ എൻ്റെ ഇടയനാവുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല, പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക് അവൻ എന്നെ നടത്തും, സ്വസ്ഥതയുള്ള വെള്ളത്തിലേക്ക് എന്നെ കടത്തും. ഈ വചനം നിങ്ങൾ എല്ലാ ദിവസവും പറയുവാന്നിരിക്കട്ടെ. ഉദാഹരണമാണ്, യഹോവ എൻ്റെ ഇടയനാവുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല,
ദൈവം എന്നെ ഇങ്ങനെ ഒരു ദൈവ നടത്തിപ്പിനെ പറ്റി പറയും. ഈ വചനം എന്നറിയോ, നിങ്ങളുടെ അകത്തോട്ട് കയറിയിട്ട് ഈ വചനം പിന്നെ നിങ്ങൾ നടത്താൻ തുടങ്ങും. ഓർത്തോണം, ഈ വചനത്തിനൊരു സ്വഭാവമുണ്ട്, നിങ്ങളെ ജീവിപ്പിക്കുവാൻ പറ്റും. ഈ ജീവിപ്പിക്കുക എന്ന് പറഞ്ഞാൽ മുന്നോട്ട് നമ്മളെ നടത്തുക എന്നൊരർത്ഥവും കൂടെയുണ്ട്. ഇപ്പം മരിച്ചൊരു വ്യക്തിക്ക് ഇനി മുന്നോട്ട് ജീവിക്കാൻ കഴിയത്തില്ല, അയാൾ അവിടെ സ്റ്റക്കായി, അയാൾ അവസാനിച്ചു. എന്നാൽ കർത്താവിൻ്റെ വചനം നമ്മൾ വായിക്കുന്ന സമയത്ത്, ഇവിടെ നിങ്ങൾക്ക് ആ വാക്യം ഞാൻ ഒന്നുകൂടെ ഒന്ന് കാണിക്കാം. കർത്താവിൻ്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ ഈ വചനത്തിൻ്റെ പ്രത്യേകതയാണ്, മകനെ എൻ്റെ വചനവും എൻ്റെ കൽപ്പനയും നിൻ്റെ ഉള്ളിൽ സംഗ്രഹിച്ചു കൊള്ളുക, ഉള്ളിൽ സംഗ്രഹിച്ചു കൊള്ളുക. നീ ജീവിക്കേണ്ടതിന് എൻ്റെ കൽപ്പനകളെയും നിൻ്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ, എനിക്ക് ആ വാക്ക് ഭയങ്കര ഇഷ്ടമാണ്, കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുകൊള്ളുക. അപ്പോൾ കർത്താവിൻ്റെ വചനം കണ്ണിലെ കൃഷ്ണമണി പോലെ എന്ത് ചെയ്യണം? കാത്തുകൊള്ളണം. അപ്പോൾ അത്രത്തോളം സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് കർത്താവിൻ്റെ വചനം. നമ്മുടെ കണ്ണിലെ കൃഷ്ണമണീനെ നമ്മൾ എങ്ങനെയാണോ നോക്കുന്നത്, അതേപോലെ കർത്താവിൻ്റെ വചനത്തെ നിങ്ങൾ എന്ത് ചെയ്യണം? നോക്കണം. അപ്പോൾ കർത്താവിൻ്റെ വചനത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ ഞാൻ നോക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മുടെ കണ്ണിലെ കൃഷ്ണമണിയെ നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും നമുക്കൊരു പെട്ടെന്ന് കണ്ണിലേക്ക് എന്തെങ്കിലും തെറിച്ചു വന്നാൽ, എന്തെങ്കിലും പറ്റിയാൽ നമ്മൾ ഉടനെ കണ്ണ് പൊത്തും അല്ലേ? നമ്മൾ പോലും അറിയാതെ കണ്ണ് പൊത്തും. നമ്മൾ സൂക്ഷിക്കുന്ന, ഏറ്റവും കൂടുതൽ നമ്മൾ വേഗത്തിൽ സൂക്ഷിക്കുന്ന ഒരു സ്ഥലമുണ്ടെങ്കിൽ, വേഗത്തിൽ റെസ്പോണ്ട് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിലെ കൃഷ്ണമണി അല്ലേ? അല്ല, അങ്ങനെയല്ലേ? അങ്ങനെയാണോ നിങ്ങൾ അങ്ങനെയല്ലേ? ആമേൻ, ആമേൻ. അപ്പൊ ഇവിടെ വചനം പറയാണ്, ദൈവവചനത്തെ നിങ്ങൾ ഇതേപോലെ സൂക്ഷിക്കണം. ഒന്ന് നിന്റെ വിരലിന്മേൽ അതിനെ കെട്ടണം. അതായത് നമ്മുടെ വചനം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേഴ്സ്. നിങ്ങൾ എടുക്കാൻ മറക്കുന്ന കാര്യമല്ല ഞാൻ ഈ പറയുന്നത്, മൊബൈൽ എടുക്കാൻ മറക്കുന്ന കാര്യമല്ല ഞാൻ ഈ പറയുന്നത്. പിന്നെയോ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിലെ കൃഷ്ണമണി പോലെ വചനത്തെ സൂക്ഷിക്കണം. മനസ്സിലാക്കണം, ഇതെന്നെ ജീവിപ്പിക്കുന്നതാണ് കർത്താവിൻ്റെ വചനം. എത്ര പ്രതിസന്ധി വന്നാലും അകത്ത് വചനമുണ്ടോ വിളിച്ചു പറയണം. ആ വചനം നിങ്ങളെ നടത്തും. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, വചനം എന്നെ നടത്തുമെന്ന് പറ. ആമേൻ. വചനമാണ് എന്നെ നടത്തുന്നത്. യൂട്യൂബിൽ എന്നെ കാണുന്നവർക്ക് ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ നമ്മുടെ പ്രാർത്ഥനയുടെ ലിങ്ക് കിടപ്പുണ്ട്, സൂമിൻ്റെ ലിങ്ക് ഉണ്ട്. നിങ്ങൾക്ക് അതിലോട്ട് നേരെ ഇതിലോട്ട് വരാമെന്നാണ്. കർത്താവിൻ്റെ കൃപയിൽ എല്ലാവരും അറിഞ്ഞു വരുന്നുള്ളൂ, ഈ മീറ്റിംഗ് ഇടയ്ക്ക് നിന്നുപോയതിൻ്റെ. അതുകൊണ്ട് നിങ്ങളെ ലിങ്കിൽ കയറി വരാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? കണ്ണിലെ കൃഷ്ണമണി സൂക്ഷിക്കുന്നത് പോലെ ദൈവവചനത്തെ സൂക്ഷിക്കണം. ഞാനിതെല്ലാം പറഞ്ഞു വരുന്നത് എന്താണെന്ന് പറയാൻ പോകാം. അടുത്തതിലേക്ക് വരും, നിങ്ങൾക്ക് മനസ്സിലാവും. നിൻ്റെ വിരലിന്മേൽ അത് കെട്ടണം, നിൻ്റെ ഹൃദയത്തിൻ്റെ പലകയിൽ എഴുതി വെക്കണം. ഏതുറക്കത്തിൽ നിന്ന് വിളിച്ചു ഉണർത്തിയാലും പറയണം, ഒരനർത്ഥവും എനിക്ക് വരത്തില്ല, ഒരു ബാധയും എൻ്റെ കൂടാരത്തിലെടുക്കത്തില്ല. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്ന ഞാനും എൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഞാൻ ഒരു നാളും നശിച്ചു പോകത്തില്ല. യഹോവ എൻ്റെ ഇടയനാകുന്നതുകൊണ്ട് എനിക്ക് ഒരു നന്മയ്ക്കും കുറവ് വരത്തില്ല. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ പലകയിൽ ഇത് സേവ് ചെയ്ത് വെച്ചേക്കണം. രണ്ട്, കണ്ണിലെ കൃഷ്ണമണി പോലെ നിങ്ങൾ ഇതിനെ സൂക്ഷിക്കണം, കളയരുത് ഒരു വചനം പോലും. ഒരു പ്രശ്നം വരുമ്പോൾ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു, ബൈബിൾ വായിക്കുന്ന സമയത്ത് ദുഷ്ടൻ വന്ന് നിങ്ങളുടെ ഉള്ളിൽ വിതയ്ക്കപ്പെട്ട വചനത്തെ എടുത്തുകൊണ്ട് പോകാൻ നോക്കും. പലപ്പോഴും നമ്മൾ വചനം മറന്നു പോകുന്നുണ്ടെങ്കിൽ വീണ്ടും കാണാപ്പാഠം പഠിക്കണം. എങ്ങനെ കാണാപ്പാഠം പഠിക്കാമെന്ന് പറയുന്നത് നിങ്ങൾ പറയണം. ഞാൻ കഴിഞ്ഞ ദിവസത്തെ ദൈവിക സന്ദേശം കേട്ടവർക്ക് അറിയാൻ പറ്റും, ഒരു പാട്ട് നമ്മൾ കാണാപ്പാഠം പഠിക്കുന്നതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു അല്ലേ? പറഞ്ഞ് പറഞ്ഞ് പാടി പാടി നമ്മളത് തെളിയുന്നത് പോലെ കർത്താവിൻ്റെ വചനത്തെ നമ്മൾ എന്ത് ചെയ്യണം? ഇനി ഞാൻ എങ്ങനെയാണ് ഈ വചനം നമ്മളിൽ പ്രവർത്തിക്കുന്നത് കാണാൻ. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം ഞാനൊന്ന് വായിക്കാം. യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായി, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്റെ കൂടെയുണ്ട് എന്ന് പറഞ്ഞു. ഇവിടെ നമുക്കറിയാം, ഗിദെയോൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഗിദെയോനെ പറ്റി പറയുകയാണ്. ദൈവത്തിൻ്റെ പ്രത്യക്ഷത ഗിദെയോൻ്റെ അടുക്കിലേക്ക് ഉണ്ടാകുക മാത്രമല്ല, ഗിദെയോൻ്റെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ പ്രത്യക്ഷത ഉണ്ടായിട്ട് കർത്താവിൻ്റെ വചനം പറയുന്നു, ഗിദെയോനെ കയറി ദൈവം വിളിക്കുകയാണ്, അല്ലയോ പരാക്രമശാലിയെ എന്ന് ഗിദെയോനെ നോക്കിയിട്ട് ദൈവം വിളിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ നോക്കിയോണം, ഗിദെയോനെ നോക്കി ദൈവം വിളിക്കുകയാണ്, അല്ലയോ പരാക്രമശാലി. എന്താണ് ഈ പരാക്രമശാലി എന്ന് പറഞ്ഞാൽ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എങ്ങനെ ഈ വാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്ക് കേട്ട അറിവ് വെച്ചൊന്ന് മനസ്സിലാക്കാൻ പറ്റുമോ? എന്താണ് ഈ പരാക്രമശാലി എന്നൊക്കെ പറഞ്ഞാൽ? പരാക്രമശാലി എന്ന് പറഞ്ഞാൽ എന്തുവാ? എല്ലാത്തിനെയും വെല്ലുവിളിച്ച് നിൽക്കുന്നവൻ. എല്ലാത്തിനെയും വെല്ലുവിളിച്ച് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന ആളാണ് പരാക്രമശാലി. സകലത്തെയും കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന ആളാണ് ഈ പരാക്രമശാലി.
അപ്പം ഇങ്ങനെ ഒരു വിളിപ്പേര് ദൈവം വിളിക്കുമ്പം കേട്ടോണം, ഇത് കേൾക്കുന്ന ആൾക്കാർ, നിങ്ങളുടെ നാട്ടിൽ ഇപ്പം വഴി നിൽക്കുന്ന ഒരാളെ കയറിയിട്ട് സ്ട്രോങ് മാൻ ഒരാൾ വിളിച്ചാൽ, യു ആർ എ സ്ട്രോങ് മാൻ ഒരാളെ നമ്മൾ പെട്ടെന്ന് നോക്കും അല്ലേ. അപ്പം നമ്മുടെ ഒരു കാഴ്ചപ്പാടിൽ ഈ സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തി എന്ന് പറഞ്ഞാൽ, സ്ട്രോങ് മാൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര മസിൽസ് ഒക്കെ ഉള്ള, ഭയങ്കര സ്ട്രെങ്ത് ഉള്ള, ഭയങ്കര ആരോഗ്യവാനായ ഒരു മനുഷ്യനാണ് നമ്മുടെ കണ്ണിൽ. പക്ഷെ നിങ്ങൾ നോക്കുമ്പം ആ വ്യക്തി എന്താ പറയുക, നടക്കാൻ പോലും കഴിയാതെ ഒടിഞ്ഞു കുത്തി നിലത്ത് കിടന്ന് ആരോഗ്യമെല്ലാം നഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ നിങ്ങൾ പ്രതീക്ഷിക്കുമോ? സ്ട്രോങ് മാൻ എന്ന് പറഞ്ഞാൽ, ശക്തനായ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ പ്രതീക്ഷിക്കുമോ? പറ, നിങ്ങൾ എന്തായിരിക്കും നിങ്ങളുടെ പ്രതീക്ഷ? നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും എന്തായിരിക്കും? സ്ട്രോങ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര മസിലുള്ള, ഇനി മസിൽ ഇല്ലെങ്കിലും നല്ല ആരോഗ്യവാനായ ഒരു ചെറുപ്പക്കാരനെ നോക്കിയാൽ നമ്മൾ അങ്ങനെ വിളിക്കാറുള്ളൂ. എന്നാൽ യഹോവയായ ദൈവം ഇവിടെ ഗിദെയോനെ വിളിക്കുന്ന സമയത്ത് ഗിദെയോന്റെ ആരോഗ്യം നമുക്കൊന്ന് നോക്കാം. ഇവിടെ തൊട്ടുമുള്ളത്തെ വാക്യത്തിൽ പറയുന്നത്, അനന്തരം യഹോവ ഒരു ദൂതനെ ഒഫ്രൈമിലെ അബീദ്യ യോവാശിന്റെ കരിവേലകത്തിന്റെ കീഴെ ഇരിക്കുന്ന അവന്റെ മകനായ ഗിദെയോനോട് ഗോതമ്പ് മിദ്യാന്റെ കയ്യിൽ പെടാതിരിക്കാൻ മുന്തിരിച്ചക്കിൽ വെച്ച് മെതിക്കുകയായിരുന്നു. അതിൻ്റെ അർത്ഥം രാത്രിയിൽ പേടിച്ച്, മിദ്യാൻ സൈന്യത്തെ പേടിച്ച് ഗോതമ്പ് രാത്രിയിൽ കരിവേലകത്തിൻ്റെ കീഴെ മുന്തിരിച്ചക്കിൻ്റെ അടുക്കൽ വെച്ച് മെതിക്കുന്ന പേടിത്തൊണ്ടനായ ഗിദെയോനെ നോക്കിയിട്ടാണ് യഹോവയുടെ ദൂതൻ വിളിക്കുന്ന പരാക്രമശാലി. അതിൻ്റെ അർത്ഥം നിങ്ങൾ ആ ഭാഗത്തുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ, അയ്യേ ഈ മനുഷ്യനെയാണോ കർത്താവേ അങ്ങ് പരാക്രമശാലി എന്ന് വിളിച്ച് നിങ്ങൾ ചിലപ്പോൾ ചോദിച്ചാൽ. നിങ്ങൾ ചോദിക്കോ ഇല്ലയോ? ആരൊക്കെ ചോദിക്കും? ചോദിക്കും. അതിന്റെ കാരണം എന്താന്ന് ചോദിച്ചാൽ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആരോഗ്യമില്ലാത്തൊരു മനുഷ്യനെ നോക്കിയിട്ട് നമ്മൾ ആരും എന്ത് ചെയ്യത്തില്ല, അങ്ങനെ വിളിക്കത്തില്ല. പെട്ടെന്ന് ഈ പേടിത്തൊണ്ടനായ, അങ്ങനെ അങ്ങ് ഉപയോഗിക്കുക വാക്ക്, പേടിച്ച്, മിദ്യാൻ സൈന്യത്തെ പേടിച്ച്. ഈ മിദ്യാൻ സൈന്യത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, കുഞ്ഞു പിള്ളേരെ പോലും വെറുതെ വിടത്തില്ല. അവിടെ വചനം പറയുന്നു, ഇങ്ങനെ കൊയ്ത്തിൻ്റെ സമയമാകുമ്പോൾ, ഇങ്ങനെ വിളവ് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത്, കൊയ്യാൻ റെഡിയായിട്ട് ഇസ്രായേൽ മക്കൾ നിൽക്കുന്ന സമയത്ത് ഇവന്മാർ വന്നിട്ട് ആ കൊയ്ത്ത് മൊത്തം എന്ത് ചെയ്യും? എടുത്തുകൊണ്ട് പോകും. കുഞ്ഞുങ്ങൾക്ക് പാല് കുടിക്കാൻ പോലും സമ്മതിക്കത്തില്ല, അത്രയ്ക്കും ദുഷ്ടന്മാരാണ് മിദ്യാൻ. അപ്പം അവന്മാരുടെ കയ്യിൽ ഈ ഗോതമ്പ് വെട്ടാൽ അതിൻ്റെ അവസരം ചോദിക്കുക, അവർ കൊടുപ്പിക്കത്തില്ല, കഴിപ്പിക്കത്തില്ല. അങ്ങനെ അവരെ പേടിച്ച് ഈ മുന്തിരിച്ചക്കിൻ്റെ ചൂട്ടിരുന്നു കൊണ്ട് ഗോതമ്പ് പൊടിക്കാൻ നിൽക്കുന്ന ഈ മനുഷ്യനെ നോക്കിയിട്ട് യഹോവയായ ദൈവം പറയാം, അല്ലയോ പരാക്രമശാലിയേ. ഞാൻ അടുത്ത വചനം പറയാം, ഇതാ ദൈവം വചനത്തിൽ എന്തു പറയുന്നു അതാ നിങ്ങളൊരു അത്ഭുതമാണെന്ന് ദൈവം പറഞ്ഞാൽ നിങ്ങൾ അത്ഭുതം തന്നെയാണ്. എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാകുമെന്ന് പറഞ്ഞാൽ അതാ നിങ്ങൾ പറയും, എൻ്റെ ബ്രദറെ ഞാനും ഗിദെയോനെ പോലെ ഒളിച്ചും പാത്തും നടക്കുക, ഞാനും ഗിദെയോനെ പോലെ പേടിച്ച് വരണ്ട ജീവിക്കുന്നത്. പക്ഷെ വചനം തുറന്നിട്ട് വായിക്കുക, യേശുവിലുള്ള ഞാൻ ആരാണ്. ആമേൻ. ഇവിടെ ഗിദെയോനെ പറ്റി പറയുകയാണ്, അല്ലയോ പരാക്രമശാലി എന്ന് വിളിക്കുമ്പം ഇനി ഗിദെയോൻ്റെ മറുപടിയാണ് നമുക്ക് ഏറ്റവും രസകരമായിട്ട് തോന്നുന്നത്. ഗിദെയോൻ്റെ മറുപടി നിങ്ങൾ ശ്രദ്ധിച്ചോണം. 13-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അയ്യോ യജമാനെ, യഹോവ എന്നോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെയും ഭവിക്കുമോ? എന്ത്? യഹോവ നമ്മുടെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുപോകും നമ്മുടെ പിതാക്കന്മാർ ദൈവം എന്ന് അറിയിച്ച അത്ഭുതങ്ങളൊക്കെയും പറഞ്ഞു വന്നിട്ട് ഇനി അദ്ദേഹത്തിൻ്റെ കുറച്ച് അനുഭവങ്ങളെപ്പറ്റി പറയുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, അപ്പോൾ യഹോവ അവനെ നോക്കി, നിന്റെ ഈ ബലത്തോടെ നീ പോകുക, ഇസ്രായേലിനെ മിദ്യാന്മാരുടെ കയ്യിൽ നിന്നും നീ രക്ഷിക്കും, ഞാനല്ലോ നിന്നെ അയക്കുന്നതെന്ന് പറഞ്ഞു. അവനോട്, അയ്യോ കർത്താവെ, ഞാൻ ഇസ്രായേലിൽ എങ്ങനെ രക്ഷിക്കും? മനേശയിൽ എൻ്റെ കുലം എളിയതും എൻ്റെ കുടുംബത്തിൽ വെച്ച് ഞാൻ ഏറ്റവും ചെറിയവനുമല്ലോ എന്ന് പറഞ്ഞു. യഹോവ അവനോട്, ഞാൻ നിൻ്റെ കൂടെ ഇരിക്കും, നീ മിദ്യാനെ ഒറ്റ മനുഷ്യനെ പോലെ തോൽപ്പിക്കുക. എൻ്റെ കൂടെ പറഞ്ഞ കർത്താവ് എൻ്റെ കൂടെ ഇരിക്കും എന്ന് പറ. ഒന്നുകൂടെ പറ, കർത്താവ് എൻ്റെ കൂടെ ഇരിക്കും എന്ന് പറ. നമ്മുടെ ഈ പ്രാർത്ഥനയിൽ സൂമിലോ ആണോ യൂട്യൂബിൽ എനിക്ക് അറിയത്തില്ല, സുമി എന്ന് പേരുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ സുമി എന്നാണ് പേര്. യൂട്യൂബിലാണോ ഫേസ്ബുക്കിലാണോ സൂമിൽ എനിക്കറിയത്തില്ല. സുമി എന്ന് പേരുള്ള ഒരു സഹോദരീനെ കർത്താവ് സ്പർശിക്കുന്നതാണ് എന്നോട് പറയുകയാണ്. സുമി എന്നാണ് പേര്, SUMI എന്നാണ്. ആ മകളെ കർത്താവ് സ്പർശിക്കുകയാണ്. ആ മകളുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഏറ്റെടുത്തു. സുമി എന്നാണ് പേര്. യേശുവിൻ്റെ നാമത്തിൽ ആ മകളെ കർത്താവ് തൊടുകയാണ്. അവളുടെ അവസ്ഥകളെ ദൈവം മാറ്റുകയാണ്. സൂമിലുണ്ടെങ്കിൽ വേഗത്തിൽ പ്രതികരിച്ചു. യൂട്യൂബിലാണെങ്കിൽ നിങ്ങൾ വേഗത്തിൽ എനിക്ക് വാട്സാപ്പിൽ കമൻറ്റ് ചെയ്യുക. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് മകളുടെ സ്ഥിതികളെ മാറ്റാം. സൂം പറയാൻ വേണ്ടിയാണ് മാറ്റിയത്. സുമി എൻ്റെ അനിയത്തിയുടെ പേരാ.
യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്ത ആ മകളെ കർത്താവ് തൊടുകോട്ടെ. എൻ്റെ കർത്താവ് പറഞ്ഞാൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. ദൈവം ഇന്ന് സ്പർശിക്കാൻ വേണ്ടി പോവാണ്. എൻ്റെ കർത്താവ് പറയുന്നു, ഈ വചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കർത്താവിനോട് പറഞ്ഞേക്കുന്നത് ആ കുടുംബത്തിലെ ഏറ്റവും ചെറിയവളെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. കർത്താവ് എനിക്കൊന്നും ഇല്ലാത്തവളാണല്ലോ, ഏറ്റവും കർത്താവ് വല്ലാത്തൊരു അവസ്ഥയിലൂടെ കടന്നു പോവുകയാണല്ലോ. അവളോട് പോയി പറയണം, കർത്താവ് ഇന്ന് വിടിവിക്കാൻ പോവാണ്. ദൈവം നിൻ്റെ സ്ഥിതി മാറ്റാൻ എഴുതി പറഞ്ഞോണം. ദൈവം നിൻ്റെ സ്ഥിതി മാറ്റാൻ പോവാണ്. സെപ്റ്റംബർ എന്നൊരു മാസം പ്രധാനപ്പെട്ടൊരു മാസമാണ് മകളുടെ ജീവിതത്തിൽ. കർത്താവ് അത് വലിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പോവാണ്. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ. ആമേൻ. ഇപ്പോൾ വചനം പറയുകയാണ്, യഹോവ എൻ്റെ കൂടെ ഇരിക്കും, നീ മിദ്യാനെ ഒറ്റയാളെ പോലെ തോൽപ്പിക്കും. ഇതിൻ്റെ അകത്ത് ആരൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുക, ഞാൻ ഒറ്റയ്ക്കാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരൊക്കെയോ ഉണ്ട്. ഞാൻ ഒറ്റപ്പെട്ടൊരവസ്ഥയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരൊക്കെയോ എന്നെ കേൾക്കുന്നുണ്ട്. ബിജു എന്ന് പറയുന്ന ഒരു വ്യക്തി നിമിത്തം ആ ഒരു വാക്കിൻ്റെ അകത്ത് ഒത്തിരി ഭാരപ്പെട്ടിരിക്കുന്ന ആളുണ്ട്. ബിജു എന്ന് പറയുന്ന ഒരു വ്യക്തി, ഹസ്ബൻഡായിട്ടുള്ള ആ വ്യക്തിയുടെ വാക്ക് നിമിത്തം മുറിവേറ്റ ഒരു വ്യക്തി എന്നെ കേൾക്കുന്നുണ്ട്. ആ വ്യക്തി ഏറ്റവും കൂടുതൽ പറയുന്നൊരു വാക്കാണ്, ഞാൻ ഒറ്റയ്ക്കാണല്ലോ, എനിക്ക് ആരുമില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അത് ആരാന്ന് വെച്ച് ഏറ്റെടുത്തു. യേശുവിൻ്റെ നാമത്തിൽ എനിക്ക് ആരുമില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ ഒറ്റപ്പെട്ട് നിൽക്കുവാണല്ലോ, എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരാ ഉള്ളത്? ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തു. ഈ വചനപ്രകാരം കർത്താവ് പറയുന്നു, ഞാൻ നിൻ്റെ കൂടെ ഇരിക്കുമെന്ന് കർത്താവ് പറയുക. ഞാൻ നിൻ്റെ കൂടെ ഇരിക്കുമെന്ന് കർത്താവ് പറയുന്നു. ഏറ്റെടുത്തു, യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തു. കർത്താവ് അത് വിടിവിക്കാൻ വേണ്ടി ആമേൻ പറഞ്ഞത് സീൽ ചെയ്തേ. ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ആമേൻ. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇപ്പോൾ ശ്രദ്ധിച്ചോണം, ഇവിടെ വചനം പറയുകയാണ്, യഹോവ നിങ്ങളുടെ കൂടെ ഇരുന്ന് മിദ്യാനെ ഒറ്റ മനുഷ്യനെ പോലെ തോൽപ്പിക്കും. ശ്രദ്ധിച്ചോണം, ഇതാ ദൈവത്തിൻ്റെ വചനം. നമ്മൾ തുടക്കത്തിൽ കേട്ടത് നിങ്ങൾ ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. സദൃശവാക്യത്തിൽ വായിച്ചു, എൻ്റെ മകനെ എൻ്റെ വചനങ്ങളെ പ്രമാണിക്കുക, എൻ്റെ കൽപ്പനകളെ നിൻ്റെ ഉള്ളിൽ സംഗ്രഹിക്കണം. ശ്രദ്ധിച്ചോണം, നമ്മുടെ ഉള്ളിൽ ഇരിക്കേണ്ടതെന്ന് ദൈവം പറഞ്ഞതായിരിക്കണം. മനുഷ്യൻ പറയുന്നു, ഈ കണക്കിന് പോയാൽ ഞാൻ മരിക്കും, ഞാൻ രക്ഷപ്പെടത്തില്ല. നമ്മുടെ സാഹചര്യം നോക്കിയാൽ നമ്മൾ പറയും, ജന്മത്തിൽ ഞാൻ കര കയറത്തില്ല. പക്ഷെ ദൈവം പറയുന്നു, നീ രക്ഷപ്പെടും. ദൈവം പറഞ്ഞ് രക്ഷപ്പെടും, യേശുവിൻ്റെ നാമത്തിൽ രക്ഷപ്പെടും. വചനം പറഞ്ഞ് നിൻ്റെ വിരലിന്മേൽ അവയെ കെട്ടുക. ഈ കെട്ടുക എന്ന് പറഞ്ഞാൽ എനിക്ക് കാണുന്നോടത്ത് വചനം എഴുതി വെക്കണം, എൻ്റെ ഹൃദയത്തിൽ എഴുതി വെക്കണം. മനസ്സിലാകുന്നുണ്ടോ? കർത്താവിൻ്റെ വചനം നിങ്ങൾ അതായി തീരും. ഞാൻ ഒരു വ്യക്തി വചനം പറയുമ്പോൾ ആ വ്യക്തി ആ വചനമായി തീരും. ആ വ്യക്തി ആ വചനമായി മാറും, അനുഗ്രഹമായി മാറും. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചോണം, കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തി ആ വചനപ്രകാരം നിങ്ങളായിത്തീരും. ആ വചനപ്രകാരം നിങ്ങളായിത്തീരും. അലക്സ് ചാണ്ടി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കണം. ഒറ്റ ആളാണത്. അലക്സ് ചാണ്ടി എന്ന് പറഞ്ഞൊരു വ്യക്തിക്ക് വേണ്ടി കർത്താവ് എന്നോട് പ്രാർത്ഥിക്കുവാൻ. അലക്സ് ചാണ്ടി വലിയൊരു സ്ട്രഗിളിലൂടെ കടന്നു പോവുകയാണ്, വലിയൊരു തകർച്ചയിലൂടെ കടന്നു പോകുന്ന അലക്സ് ചാണ്ടി എന്നാണ് ആ വ്യക്തിയുടെ പേര് ഫുള്ളായിട്ടുള്ളത്. ആ വ്യക്തിയെ കർത്താവ് ഇന്ന് സ്പർശിക്കുകയാണ്. തകർന്ന അവസ്ഥകളെ സ്വർഗത്തിലെ ദൈവം പണിതെടുക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തു. പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കുന്നു. ഞാൻ 72,000 എന്നുള്ളൊരു തുക കാണുവാണ്. 72,000 എന്നൊരു തുക, അത് എഴുതി വെച്ച് ആ എമൗണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. 72 എന്നുള്ള എമൗണ്ട് എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി കർത്താവ് പറയുന്നു, ഭാരപ്പെടേണ്ട, വഴി ദൈവം തുറക്കും. ഇവിടെ ഗിദെയോനോട് പറയുന്നത് പോലെ തന്നെ കർത്താവ് പറഞ്ഞ് 72,000 എന്നുള്ളൊരു എമൗണ്ട് എഴുതി വെച്ചിരിക്കുകയാണ്. ഒരു കുഞ്ഞ് ഡയറിയാണ് ഞാൻ കാണുന്നത്, കുഞ്ഞൊരു ഡയറിക്കകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. യേശുവിൻ്റെ നാമത്തിൽ ദൈവം ഇന്ന് ആ വിഷയത്തിൻ്റെ മേൽ ചെയ്യും. ഹല്ലേലൂയ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഏറ്റെടുത്തു, ദൈവം അത് പ്രവർത്തിക്കുക. ആരാന്ന് വെച്ചാൽ ഏറ്റെടുത്തു, യേശു എന്ന ആ വിഷയത്തിൻ്റെ മേൽ അത്ഭുതം ചെയ്യുക. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ സകലത്തിലും സൂക്ഷിക്കുന്നല്ലോ, സകല കാര്യത്തിലും ദൈവം നമ്മളെ അനുഗ്രഹമാക്കി മാറ്റുന്നല്ലോ. പരിശുദ്ധാത്മാവ്, എനിക്കൊന്ന് ടോംസ് പറയാൻ, ഒത്തിരി പേര് വെയിറ്റിംഗ് റൂമിലോട്ട് പോകുന്നുണ്ടല്ലോ, അതൊന്ന് ശ്രദ്ധിച്ചോണേ. അവരെ ഒന്ന് അഡ്മിറ്റ് ചെയ്തേക്കണേ. ഒത്തിരി പേര് വെയിറ്റിംഗ് റൂമിലോട്ട് പോകുന്നുണ്ട്, ഒത്തിരി ആൾക്കാർ, അവർക്ക് കയറാൻ പറ്റാതെ. ഓക്കെ, അവരെ ഒന്ന് അഡ്മിറ്റ് ചെയ്തേക്കണം. അവരെ ഇത് ചെയ്തില്ല, റിമൂവ് ആയി പോകുന്നതുകൊണ്ടാണ് മ്യൂട്ട്. നമ്മൾ അവരൊന്ന് എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്തേക്കണം. അപ്പോൾ ഇവിടെ വചനം പറയുകയാണ്, ദൈവത്തിൻ്റെ വചനം എന്തു പറയുന്നു അതാണ് നിങ്ങൾ. ഇത് വിശ്വസിച്ച് ബൈബിൾ പറയുന്നു, യേശുവിൻ്റെ തിരുമുറിവിനാൽ സൗഖ്യം വന്നിരിക്കുന്നു. പക്ഷെ നിങ്ങളുടെ മെഡിക്കൽ റിപ്പോർട്ട് പറയുകയാണ് നിങ്ങൾ രോഗിയാണ്, ഈ രോഗം നിമിത്തം നിങ്ങൾ മരിക്കും. ഗിദെയോനോട് പറയുന്ന പോലെ, ഗിദെയോനെ നീ ഒരു പരാക്രമശാലിയാണ് കേട്ടോ. ഞാൻ അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഒന്നുകൂടെ അത്ഭുതപ്പെടാൻ വേണ്ടി പോവാണ്. നീ ആരാണ് ഈ മിദ്യാൻസൻ എന്ന് പറഞ്ഞാൽ, ഇവിടെ ഈ 12ാം വാക്യം എത്രയൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ? ആർക്കെങ്കിലും ഒന്ന് വായിക്കാൻ പറ്റുമോ? വാക്യം കാണാൻ പറ്റുന്നവരൊന്ന് വായിച്ച്.
ഒന്ന് വായിച്ചേ കാണാൻ പറ്റുന്നവര്. എന്നാൽ മിദ്യാനരും അമാലേക്കരും കിഴക്ക് ദേശക്കാരൊക്കെയും വെട്ടുക്കിളി എന്ന പോലെ അസംഖ്യമായി താഴ്വരയിൽ കിടന്നിരുന്നു. അവരുടെ ഒട്ടകങ്ങളും കടൽക്കരയിലെ മണൽ പോലെ അസംഖ്യമായിരുന്നു. കണ്ടോ, അവരുടെ ഒട്ടകങ്ങളും അവരുടെ സൈന്യബലവും കടൽക്കരയിലെ മണൽ പോലെ അസഖ്യം. അതിൻ്റെ അർത്ഥം അതേപോലെ വലിയ സൈന്യമായിട്ട് അവർ കിടക്കുക മിദ്യാൻ. ഇത്രയും വലിയൊരു സൈന്യത്തെ നേരിടാൻ വേണ്ടിയാണ് ദൈവം പറയുകയാണ്, നീ ഒറ്റയാളെ പോലെ എന്ത് ചെയ്യും. നിങ്ങൾ ഈ വാക്യം കൊണ്ട് 16-ാമത്തെ വാക്യം നോക്കിയേ. യഹോവനോട്, ഞാൻ നിന്റെ കൂടെ ഇരിക്കും, നീ മിദ്യാനരെ ഒറ്റ മനുഷ്യരെ പോലെ തോൽപ്പിക്കുക. എന്നോട് കർത്താവ് പറയുന്നു, ജോലി സ്ഥലത്ത് അല്ലെങ്കിൽ ജോലി സംബന്ധമായി ബിസിനസ് സംബന്ധമായിട്ട് നിക്കക്കള്ളി ഇല്ലാതെ എതിർപ്പിൻ്റെ അകത്ത് നിൽക്കുന്ന ആളുകൾ നിങ്ങളെ അവിടെ നടത്തിക്കത്തില്ല, മുന്നോട്ട് പോകാൻ സമ്മതിക്കത്തില്ല. വെല്ലുവിളി വിളിച്ചുകൊണ്ട് ആ ബിസിനസ്സിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് പല ചേഷ്ടകൾ കാണിച്ച് പലപ്പോഴും നിങ്ങളെ അത് മുന്നോട്ട് നടത്താൻ കഴിയാത്ത ചീത്തവാക്കുകൾ പറഞ്ഞ് നിങ്ങളെ മാനസികമായി തളർത്തുന്ന ചിലരെ നോക്കിയിട്ട് കർത്താവ് ഇങ്ങനെയുണ്ട് പ്രവചിക്കാൻ പറയുന്നു, യഹോവ നിന്റെ കൂടെ ഇരിക്കും, നീ മിദ്യാനരെ ഒറ്റ മനുഷ്യരെ പോലെ, ഒരാളും സഹായിച്ചിട്ടല്ല, ഒറ്റ മനുഷ്യരെ പോലെ തോൽപ്പിക്കും. ഏതാ, കടൽക്കരയിലെ മണൽത്തരി പോലെ കിടക്കുന്ന ഒട്ടകങ്ങളും സൈന്യബലവും ഉള്ള ഇത്രയും പെരുപ്പമുള്ള വെട്ടുക്കിളിയെ പോലെ പരന്ന് കിടക്കുന്ന ഇത്രയും വലിയ സൈന്യത്തെ ബൈബിൾ പറയുന്നു, ഗിദെയോനെ നീ തോൽപ്പിക്കും. കാര്യം നിന്റെ കൂടെ യഹോവയുണ്ട്, നിന്റെ കൂടെ ദൈവമുണ്ട്. ആമേൻ, ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, ഈ ഗിദെയോൻ പറയാം, കർത്താവേ, മനേശയിൽ എൻ്റെ കുലം ഏറ്റവും ചെറുത്, ഞാൻ ഏറ്റവും ചെറിയവനാ. ബൈബിൾ പറയുന്നു, നമ്മളോട് പറയുകയാണ് വചനം, നമ്മളെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കരുത്. കർത്താവേ, എനിക്കൊന്നുമില്ല, എനിക്കൊരു ബലവുമില്ല, എനിക്കൊരു ധൈര്യവുമില്ല, നിങ്ങളുടെ കൂടെ ദൈവമുണ്ട്. എപ്പോഴും പറയണം, കർത്താവിൻ്റെ പ്ലാനേ എൻ്റെ ജീവിതത്തിൽ നടക്കത്തുള്ളൂ. പലപ്പോഴും പറയും, ബ്രദറെ, ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ ഒത്തിരി വിശ്വസിക്കുന്നുണ്ട്, ഒത്തിരി വചനം പറയുന്നുണ്ട്, പക്ഷേ എനിക്ക് എന്തുകൊണ്ടാണ് ഇതൊന്ന് കാണാൻ കഴിയാത്തത് എന്തോന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം ഞാനിവിടെ പറഞ്ഞു തരാം. നിങ്ങൾ ഈ വചനം നോക്കിയാൽ ഗിദെയോൻ തന്നെ അഡ്രസ്സ് ചെയ്യുന്നൊരു സംഭവമുണ്ട്. അപ്പോൾ ഈ വാക്യം ഒന്ന് ശ്രദ്ധിച്ചോണം. 15-ാമത്തെ വാക്യം, അയ്യോ യഹോവേ, ഞാൻ ഇസ്രായേലിനെ എങ്ങനെ രക്ഷിക്കും? ഒരു ക്വസ്റ്റ്യൻ മാർക്ക് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. മനേശയിൽ എൻ്റെ കുലം എളിയതും എൻ്റെ കുടുംബത്തിൽ വെച്ച് ഞാൻ ഏറ്റവും ചെറിയവനല്ലോ എന്ന് പറഞ്ഞു തുടങ്ങിയാണ്. അതിൻ്റെ തൊട്ട് മുകളിലത്തെ വാക്യത്തിൽ പറയുന്നു, അപ്പോൾ യഹോവനെ നോക്കി, നീ ഈ ബലത്തോടെ പോകുക, ഇസ്രായേലിനെ മിദ്യാനുടെ കയ്യിൽ നിന്നും നീ രക്ഷിക്കും, ഞാനല്ലോ നിന്നെ അയക്കുന്നത്. ഇന്ന് മുതൽ നിങ്ങൾ പറയേണ്ട ഒരു വാക്ക് ഞാൻ പറഞ്ഞുതരാം. അനുഗ്രഹത്തിലേക്ക് കയറാനുള്ള ഒരു എളുപ്പമാർഗ്ഗം ഞാൻ പറഞ്ഞുതരാം. ഒരു കാര്യം പറയും, ദൈവം എന്നെ നിർത്തുന്നതെന്ന് പറഞ്ഞു പഠിക്കണം. ദൈവമാണ് എന്നെ നിർത്തുന്നത്, ദൈവമാണ് എന്നെ നടത്തുന്നത്, ദൈവമാണ് എനിക്ക് അനുഗ്രഹം തരുന്നത്, ദൈവമാണ് എൻ്റെ നന്മയുടെ ഉറവിടം. ഇതൊന്നും പറഞ്ഞു നോക്കിക്കേ. ദൈവമാണ് എൻ്റെ ആരോഗ്യം, കർത്താവ് തന്ന ആരോഗ്യമാണ് എനിക്കുള്ളത്. ഇങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കി. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഇത്രയും നാൾ നിങ്ങൾ പ്രാർത്ഥിച്ച് കരഞ്ഞ പല വിഷയങ്ങളും നിങ്ങളുടെ മുമ്പിൽ അത്ഭുതമായി തീരും. കാരണം ഇവിടെ എന്താ അങ്ങനെ പറയുമ്പോൾ ബ്രദറെ അത്ഭുതം ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ, ഇവിടെ ഗിദെയോൻ്റെ കെട്ട് പൊട്ടണം. ഗിദെയോൻ്റെ കെട്ടെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗിദെയോൻ ഇപ്പോഴും നോക്കുന്നത് ദൈവത്തെ അല്ല. ഗിദെയോൻ ഇപ്പോഴും നോക്കുന്നത് മനേശയിൽ എൻ്റെ കുലം ചെറുതും ഞാൻ എളിയവനും എൻ്റെ കുടുംബത്തിൽ വെച്ച് ഞാൻ ചെറിയവെന്ന് പറഞ്ഞ കഥ പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ കെട്ട് പൊട്ടണം. അതിന് എന്ത് ചെയ്യണം? യഹോവയാണ് എന്നെ അയക്കുന്നത്. കടൽക്കരയിലെ മണൽക്കരി പോലെ കിടക്കുന്ന ഒട്ടകങ്ങളുള്ള വെട്ടുക്കിളിയെ പോലെ കിടക്കുന്ന ഈ സൈന്യത്തെ മുഴുവൻ എണ്ണി തിട്ടപ്പെടുത്തി കൂടാൻ കഴിയാത്ത ഈ സൈന്യ ബലത്തെ ഞാൻ തോൽപ്പിക്കുവാൻ എൻ്റെ ദൈവം എൻ്റെ കൂടെ ഇരിക്കുമെന്ന് ഈ ദിവസങ്ങളിൽ നിങ്ങൾ പറയണം. ഈ ദിവസങ്ങളിൽ കടഭാരത്തിൻ്റെ അകത്ത് ഞെരുങ്ങുന്നവർ ഇത് കേട്ട് അവർ പറയും, ഇത് ഞാൻ ബ്രദർ, ഈ വചനവും ഞാനുമായിട്ട് എൻ്റെ ബന്ധം, എൻ്റെ കൂടെ പറയണം, ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഞാൻ കടക്കാരനാണ്, പക്ഷേ നാളെ ഞാൻ വായ്പ കൊടുക്കുന്നവനായി തീരും. എങ്ങനെ? ബൈബിൾ പറയുന്നത് നീ വായ്പ വാങ്ങത്തില്ല, ബൈബിൾ പറയുന്നത് നീ വാരി വിതറി കൊടുക്കും. ബ്രദറെ, എൻ്റെ രോഗത്തെപ്പറ്റി എന്നാ ബൈബിൾ പറയുന്നത്? കർത്താവ് യേശുവിൻ്റെ തിരുമുറിവിനാൽ ഞാൻ സൗഖ്യമായിരിക്കും. ഇന്ന് നിങ്ങൾ രോഗിയായിട്ടിരിക്കുന്നുണ്ട്, നാളെ നിങ്ങൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായി പോവുക. വചനം എന്തു പറയുന്നു? നിങ്ങൾ പറയണം, ദൈവമാണ് എന്നോടത് ചെയ്യുന്നത്. നിങ്ങളത് സംസാരിക്കാൻ തുടങ്ങണം. യേശുവിൻ്റെ മുറിവിനാൽ എനിക്ക് ആരോഗ്യമുണ്ട്. അപ്പോൾ ഈ രോഗമോ ഈ വേദനയോ യേശു ഇതെല്ലാം വഹിച്ചതാ. ഞാൻ ദീർഘായുസോടെ ഇരുന്ന് ദിവ്യ ആരോഗ്യത്തോടെ ഇരുന്ന് കർത്താവിനെ ആരാധിക്കാൻ റെഡിയാ. ഇങ്ങനെ തീരുമാനിച്ച് നിങ്ങൾ സംസാരിക്കണം. കാര്യം ദൈവമാണ് എന്നെ നടത്തുന്നതെന്ന് പറയുമ്പം, ദൈവം നടത്തിയാൽ
ദൈവം നിങ്ങളെ രോഗിയാക്കി നടത്തുമോ? നിങ്ങൾ പറ. ദൈവം നിങ്ങളെ രോഗിയാക്കി നടത്തുമോ? ദൈവം നിങ്ങളെ കടത്തിന്റെ അകത്ത് ഞെരുക്കി ആത്മഹത്യയുടെ വക്കിലൂടെ നടത്തുമോ? ഇല്ല. ദൈവം നിങ്ങളുടെ തലമുറകൾക്ക് സമാധാനമില്ലാതെ നടത്തുമോ? ഇല്ല. ദൈവം നിങ്ങളുടെ കുടുംബത്തിന്റെ അകത്ത് അടിയും വഴക്കുമായിട്ട് നടത്തുമോ? ഇല്ല. ഇല്ല. ഇപ്പൊ ഇത് നിങ്ങൾ മനസ്സിലാക്കണം. എൻ്റെ ദൈവം എന്നെ നടത്തുന്നത്, എൻ്റെ ദൈവം എന്നെ നിർത്തുന്നത്, എൻ്റെ ദൈവമാണ് എൻ്റെ തലമുറകളെ അനുഗ്രഹിക്കുക. ഇങ്ങനെ ഒന്ന് പറഞ്ഞു പോക്കിക്ക് ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ആക്റ്റീവ് ആകാൻ തുടങ്ങും. കാര്യം നമ്മുടെ മൈൻഡ് സെറ്റപ്പിൻ്റെ അകത്ത് നമ്മൾ ദൈവത്തെ വെൽക്കം ചെയ്യുക. മനസ്സിലായോ? ഞാൻ ദൈവത്തെ എന്നിലേക്ക് എൻ്റെ കർത്താവിൻ്റെ നടത്തിപ്പിനെ ഞാൻ കൊണ്ടുവരികയാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും എന്നെ സംഭവിക്കുന്നത്, നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, വചനം പറയുന്നുണ്ട്, പക്ഷെ നമ്മളിപ്പോഴും ദുഃഖത്തിലാണ്. പക്ഷെ നമ്മുടെ മനസ്സിലോട്ട് കയറണം, ദൈവം എന്നെ നടത്തും. ഇത് പറയുമെന്നറിയാവോ? നിങ്ങളുടെ അവസ്ഥകൾക്ക് വ്യത്യാസം വരാൻ തുടങ്ങും, നിങ്ങളുടെ അവസ്ഥകൾക്ക് മാറ്റം വരാൻ തുടങ്ങും. ഞാൻ ചോദിച്ചോട്ടെ, ഒരൊറ്റ ആൾക്ക് എങ്ങനെയാ സൈന്യത്തെ, ഇത്രയും വലിയ സൈന്യത്തെ തോൽപ്പിക്കാൻ പറ്റുന്നത്? ബൈബിൾ പറയുന്നു, ഞാൻ നിന്റെ കൂടെ ഇരിക്കും. പറയണം, ദൈവം എൻ്റെ കൂടെയുണ്ട്. ബ്രദറെ, ഇത്രയും വലിയ പ്രശ്നത്തിലൂടെ ഞാൻ കടന്നു പോകുമ്പോഴും കർത്താവ് എൻ്റെ കൂടെയുണ്ട്. ഉണ്ട്. പിന്നെ എന്നാ കർത്താവ് പ്രവർത്തിക്കാത്തത്? ദൈവം തക്ക സമയത്ത് പ്രവർത്തിക്കും. എൻ്റെ കൂടെ പറ, തക്ക സമയത്ത് ഞാൻ അത്ഭുതം കാണുന്നു. പറ, പക്ഷെ നിങ്ങൾക്കൊരു ഉറപ്പുണ്ടായിരിക്കണം, ദൈവമാണ് എന്നെ നടത്തുന്നതെന്ന്. എൻ്റെ കൂടെ പറഞ്ഞ, എൻ്റെ ദൈവമാണ് എന്നെ നടത്തുന്നത്. ഈ ഉറപ്പ് നഷ്ടപ്പെട്ടു പോയാൽ, ഈ ഒരു ഉറപ്പ് നിങ്ങളിൽ നഷ്ടപ്പെട്ടു പോയാൽ അവിടെ എന്താ സംഭവിക്കുന്നത് അറിയാവോ? നിങ്ങളുടെ ഉള്ളിൽ നിന്നും എത്ര നമ്മൾ പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല. ഇപ്പം നിങ്ങൾ കുറേ പ്രാർത്ഥിക്കുക, കുറേ നിങ്ങൾ ദൈവത്തിൻ്റെ വചനം പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുക, പക്ഷെ മനസ്സിൻ്റെ അകത്ത് എപ്പോഴും നിങ്ങൾ നടക്കുക. നാളത്തെ ദിവസം എന്താ തീർന്നു, യഹോവൻ്റെ ഇടയിൽ എനിക്കൊന്നും മുട്ടുണ്ടാകത്തില്ല. പിന്നെ ഞാൻ പറയാം, ദൈവമേ നാളെ ഞാൻ എന്ത് ചെയ്യും, എൻ്റെ സഹായം ആകാശത്ത്, ഇതിലെന്നോട് മിക്സ് ആകത്തില്ല. പറയണം, വാഗൊണ്ട് പറയുന്നത്, ദൈവം എന്നെ നടത്തും. നാളെ ബ്രദറെ എൻ്റെ ലൈഫിൻ്റെ അകത്ത് വലിയൊരു വെല്ലുവിളിയുടെ ഞാൻ കടന്നു പോവാം, ദൈവം നടത്തും. ബ്രദറിന് എൻ്റെ വിഷയം അറിയാഞ്ഞിട്ടാ, ദൈവം നടത്തും. വചനത്തിൽ എന്തു പറയുന്നോ അതേ നടക്കത്തുള്ളൂ. നിങ്ങളത് വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങളത് ഹൃദയത്തിൻ്റെ മാംസപ്പലകയിൽ എഴുതണം. കുറച്ചു മുമ്പ് നമ്മൾ വായിച്ചില്ലേ, നിങ്ങളുടെ കയ്യിൽ അത് കെട്ടണം. നിങ്ങൾ എന്ത് ചെയ്യണം? അത് നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കണം. അതിൻ്റെ അർത്ഥം പെട്ടെന്ന് നമുക്ക് കണ്ണിലേക്ക് തൊടാനിപ്പോൾ വന്നാൽ കണ്ണടയ്ക്കുന്നില്ല, പ്രതികരിക്കുന്നില്ല. നമ്മൾ പെട്ടെന്ന് പ്രതികരിക്കണം. ഒരു വിഷയം വരുമ്പോൾ ആദ്യം മനസ്സിൽ വരേണ്ടത് ചിട്ടിക്കാരൻ്റെ മുഖമായിരിക്കരുത്. ആദ്യം മനസ്സിൽ വരേണ്ടത് ഈ വായ്പ കിട്ടാനുള്ള സാധ്യത എവിടെയൊക്കെയാണെന്ന് അന്വേഷിക്കാൻ പോകുന്നത്. ഉടനെ വിളി, കർത്താവേ മിറക്കിൾ മണി ഉണ്ടാകും, എനിക്ക് വേണ്ടി ആകാശത്തിലെ കിളിവാതിൽ തുറന്ന് നന്മ തുറക്കും. എലിയാവിന് വേണ്ടി കാക്ക അയച്ച് ആഹാരം കൊടുത്തപോലെ എനിക്ക് തുറക്കും. എനിക്ക് വേണ്ടി 5 അപ്പം വർദ്ധിപ്പിച്ചതുപോലെ എനിക്ക് വേണ്ടി ദൈവം വർദ്ധിപ്പിക്കും. അങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞേ, ദൈവത്തിൻ്റെ ശക്തി ഒന്ന് നിങ്ങളുടെ ലൈഫിലോട്ടൊന്ന് കൊണ്ടുവന്നേ. ഈ വചനം പറഞ്ഞ് കേട്ട് നോക്കി. എന്നാൽ മിദ്യാനുടെ അമേലിക്കൊരു കിഴക്ക് ദേശത്തിലൊക്കെയും വെട്ടുക്കിളി എന്ന പോലെ അസംഖ്യമായിരുന്നു. ഹല്ലേലൂയ. അപ്പം ഇത്രയും അസംഖ്യമായ ഈ സൈന്യത്തെ തോൽപ്പിക്കുവാൻ കർത്താവ് കണ്ടത് ഈ മിദ്യാനെയാണ്. മുന്തിരിച്ചക്കിൻ്റെ ചൂട്ടിരുന്നു കൊണ്ട് ഒളിച്ചിരുന്ന് ഗോതമ്പ് പൊടിക്കുവാൻ പേടിത്തൊണ്ടനായി മനുഷ്യനെ നോക്കിയിട്ട്, അല്ലയോ പരാക്രമശാലി, ദൈവം എന്താ വിളിക്കുന്നത്? അതാ നിങ്ങൾ. എൻ്റെ കൂടെ പറഞ്ഞിട്ട്, ബൈബിളിൽ എന്തു പറയുന്നു അതാ ഞാൻ എന്ന് പറ. ബൈബിളിൽ പറയുന്നു, ഞാൻ നിന്നെ നടത്തും. ആമേൻ. ബൈബിള് പറയുന്നു, നിങ്ങൾ ജീവനിൽ വാഴുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ജീവനിൽ വാഴും. റോമാലേഖനം 5-ാം അധ്യായം പറഞ്ഞു, ഏകന്റെ ലംഘനത്താൽ മരണം ഏക നിമിത്തം വാണുവെങ്കിൽ കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി ലഭിക്കുന്ന നിങ്ങൾ യേശുക്രിസ്തു എന്ന ഏക നിമിത്തം ജീവനിൽ വാഴും. രോഗത്തിൻ്റെ മേൽ വാഴും, കഷ്ടതകളുടെ മേൽ വാഴും, ഞെരുക്കത്തിൻ്റെ മേൽ വാഴും, കടഭാരത്തിൻ്റെ മേൽ വാഴും. നിങ്ങൾ പറയണം, ബൈബിൾ പറയുന്നതേ ഉള്ളൂ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കത്തുള്ളൂ എന്ന് നിങ്ങൾ ആദ്യം വിശ്വസിക്കണം. അല്ലാതെ ബ്രദറെ, കർത്താവിൻ്റെ വചനമൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്, പക്ഷേ ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ? ഇതേ വിശ്വസിക്കാവുള്ളൂ, ഇതേ ഏറ്റെടുക്കാവുള്ളൂ, ഇതേ നിങ്ങളുടെ ജീവിതത്തിൽ വരത്തുള്ളൂ. അങ്ങനെ വേണം നിങ്ങൾ സംഭവിക്കാൻ. അല്ലേ കർത്താവ് ഇതൊന്നും കേൾപ്പിക്കത്തില്ല. കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. എന്നിട്ട് നടന്നോ ഇല്ലയോ? അവർ നമുക്ക് പ്രാർത്ഥിക്കാം. യേശു തൻ്റെ ശിഷ്യന്മാരെ നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. നടന്നോ ഇല്ലയോ? നടന്നു. പക്ഷെ പത്രോസ്ലീഹ എന്നാ പറഞ്ഞത്? കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യൻ, എന്നെ വിട്ട് നീ പോകണം. അവരോർത്ത് യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ എല്ലാം അവസാനിച്ച് പിന്നെയും വള്ളവും വലയൊക്കെ ആയിട്ട് പോയി. അവരോർത്തു
ഞങ്ങളെ കൊണ്ടൊന്നും മനുഷ്യരെ പിടിക്കുന്നവരാകാനൊന്നും പറ്റത്തില്ല. പക്ഷെ നടന്നോ ഇല്ലയോ? നടന്നു. അതിൻ്റെ കാരണം ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ മാറത്തില്ല. ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ മാറത്തില്ല. നിങ്ങൾ ആദ്യം എന്ത് ഏറ്റെടുക്കണം? നിങ്ങൾ ഏറ്റെടുക്കണം. നിങ്ങൾ ബ്രദർമാരുടെ പുറകെ പ്രാർത്ഥിക്കാൻ നടക്കുന്നവരാകരുത്. നിങ്ങൾ വചനം പറയുന്നവരാകണം. എൻ്റെ കർത്താവ് എന്നോട് പറഞ്ഞ കള്ളം പറയുന്ന ദൈവമല്ല. ബൈബിൾ പറഞ്ഞവൻ ഫോഷ്ക്ക് പറയുവാൻ മനുഷ്യനല്ല, അനുദവിക്കുവാൻ മനുഷ്യപുത്രനുമല്ല ദൈവം. കർത്താവ് എന്തേലും പറഞ്ഞിട്ടുണ്ടോ, ദൈവം അത് ചെയ്തിരിക്കും. എനിക്ക് വേണ്ടി കർത്താവ് അത് ചെയ്യുമെന്ന് നിങ്ങൾ വിശ്വസിക്കണം. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്യുമെന്ന് നിങ്ങൾ വിശ്വസിക്കണം. നിങ്ങളാണ് വിശ്വസിക്കേണ്ടത്. നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിൽ മറ്റാരും എന്ത് ചെയ്യും? നിങ്ങൾക്ക് വേണ്ടി അയൽവക്കംകാരൻ വിശ്വസിക്കുമോ? നിങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി എല്ലാ ദിവസവും നിങ്ങൾക്ക് വേണ്ടി അയൽവക്കംകാരൻ വചനം പറയുമോ? പറ. നിങ്ങൾക്ക് വേണ്ടി രക്ഷപ്പെടാൻ വേണ്ടി അയൽവക്കാരൻ പറയുമോ? യഹോവ എൻ്റെ ഉടനാവും, നിന്നെ ആൾ രക്ഷപ്പെടുമെന്ന് പറയുമോ? ഇല്ല. നിങ്ങൾ തന്നെ പറയണം. മിറക്കിൾ മണിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ അധ്വാനത്തിൻ്റെക്കാൾ നന്മ എനിക്കുണ്ടാകും. ഏലിയാവ് അധ്വാനിച്ചിട്ടും ഏലിയാവ് അടുക്കളയിൽ ഉണ്ടാക്കിയ അപ്പോ ഇറച്ചിയോ ആണോ 3 നേരം ഭക്ഷിച്ചത്? അല്ല. ശിഷ്യന്മാർ മരുഭൂമിയിൽ നിർമ്മിച്ച 5 അപ്പവും 5000 പേരും അത് വർദ്ധിപ്പിച്ചതാണോ അവർ ഭക്ഷിച്ചത്? അല്ല. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ജനം മരുഭൂമി വെച്ച് റെസ്റ്റോറൻറ്റിൽ നിന്ന് മേടിച്ച ആഹാരമാണോ അവർ കഴിച്ചത്? അല്ല. ദൈവം തുറന്നതാ. എന്നോട് പറയണം, ദൈവം എനിക്ക് വേണ്ടി തുറക്കും. എൻ്റെ കൂടെ പറ, എനിക്ക് വേണ്ടി വാതിൽ തുറക്കുമെന്ന് പറ. ദൈവം എനിക്ക് വേണ്ടി വാതിലുകളെ തുറക്കും. ഓ യേശുവിന്റെ നാമത്തിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി. എന്നോട് കർത്താവ് എന്നോട് പറയുന്ന കവിത എന്ന് പറയുന്ന ഒരു സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ. കവിതയോട് കർത്താവ് പറഞ്ഞു, നിനക്ക് വേണ്ടി വാതിലുകളെ ദൈവം തുറക്കും. ആരാന്ന് വെച്ചാൽ ഏറ്റെടുത്തു. കവിതയോട് കർത്താവ് പറയും, നിനക്ക് വേണ്ടി വാതിലുകളെ ദൈവം തുറക്കാൻ വേണ്ടി പോവുകയും. ആരാന്ന് വെച്ചാൽ സൂമിലുണ്ടെങ്കിൽ ഏറ്റെടുത്തു. കവിത ആരാ? യേശുവിന്റെ നാമത്തിൽ കവിതയ്ക്ക് വേണ്ടി. ആരത്? ബ്രദറെ, കവിത ഈ റൂമിൽ പങ്കെടുക്കുന്നവർ മാത്രമാണോ അത് ഉദ്ദേശിക്കുന്നത്? ഇതിനകത്ത് ആരെങ്കിലും ഉണ്ടോ? ഇപ്പം ലൈവിൽ ആരെങ്കിലും ഉണ്ടോ യേശുവിന്റെ നാമത്തിൽ? അതെനിക്കറിയില്ല. ലൈവിലുണ്ട്. ഓ യേശുവിന്റെ നാമത്തിൽ. ഓ ജീസസ്. കർത്താവ് തൊടാൻ പോകും. കവിതയോട് പറയുന്നു, കർത്താവ് വാതിൽ തുറക്കാൻ പോവാണ്. വാതിലെന്ന് പറഞ്ഞാൽ നന്മയുടെ വാതിലാണ്. കർത്താവിനോട് പറയും, ദിവസങ്ങളിൽ ദൈവം തുറന്നതാണ് ആ വാതിലെന്ന് കാണത്തക്കവണ്ണം ദൈവത്താൽ അത് സംഭവിക്കാൻ വേണ്ടി പോവാണ്. ദൈവത്താൽ അത് സംഭവിക്കാൻ വേണ്ടി പോവാണ്. സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്താലുള്ള വാതിൽ തുറന്നു വരാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിച്ചു. കവിതയുടെ ജീവിതത്തെ കർത്താവ് മാറ്റാൻ പോവുക. ദൈവമാണത് തുറക്കുന്നെന്ന് കാണത്തക്കവണ്ണം കവിതയോട് പറയണം. കവിത കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്ന കർത്താവ് വഴി തുറക്കാൻ വേണ്ടി പോവുകയാണ്. അനുഗ്രഹിച്ചു. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പരിശുദ്ധാത്മാവിനെ തുറക്കാൻ പോവുകയാണ്. ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ. എല്ലാവരും പ്രാർത്ഥിച്ചു. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. കർത്താവിൻ്റെ വലിയ കൃപ ഇന്ന് തൊടുകയാണ്. ദൈവാത്മാവിന്ന് സ്പർശിക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. കർത്താവ് പറയുന്നു, ഒരു അനീഷിനെ നോക്കി കർത്താവ് ഇങ്ങനെ പ്രവചിക്കാനുണ്ട് പറയുന്നു. അനീഷിൻ്റെ ഭാവിയുടെ അടഞ്ഞ വാതിലിനെ ദൈവം തുറക്കാൻ പോവുകയാണ്. ഒരു കണ്ണാടി വെച്ചിട്ടുണ്ട് ഈ മനുഷ്യൻ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് പറയുന്നു, അവൻ്റെ സ്ഥിതികളെ ദൈവം അത്ഭുതമാക്കാൻ വേണ്ടി പോവുകയാണ്. അനീഷിൻ്റെ ജീവിതത്തിൻ്റെ മേൽ കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോവുകയാണ്. അടഞ്ഞ ഭാവിയുടെ വാതിലിനെ ദൈവാത്മാവിനെ കാണിക്കുന്നു. ഒരു സർട്ടിഫിക്കറ്റ് എന്നെ കാണിക്കുന്നു. ആ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് ദൈവം ഒരു വഴി തുറക്കാൻ പോവുക. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പക്ഷേ ഇപ്പോൾ അത് ഉപയോഗിക്കുന്നില്ല. അതിപ്പോൾ ഇരിക്കുന്നത് ഒരു അലമാരിക്കകത്തൊരു പൗച്ചിൻ്റെ അകത്ത് കയറ്റി വെച്ചിരിക്കുകയാണ്. പക്ഷേ അത് നിമിത്തം അതിപ്പോൾ അവിടെ സ്റ്റക്കായി നിൽക്കുവാണ്. ഉപകാരമില്ലാതെ സ്റ്റക്കായി നിൽക്കുവാണ്. പക്ഷേ അത് നിമിത്തം ഞാൻ കാണുന്നത് ആ പൗച്ചിൻ്റെ അകത്തിരിക്കുന്ന 1, 2, 3 മൂന്നാമത്തെ ഇതിലായിരിക്കുന്നത് ഈ സർട്ടിഫിക്കറ്റ് ഇരിക്കുന്നത്. ആ സർട്ടിഫിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് ദൈവം തുറക്കാൻ വേണ്ടി പോകുന്നത്. ഇൻ ദ നെയിം ഓഫ് ജീസസ് പ്രാർത്ഥിച്ച് റിലീസ് ചെയ്യുന്ന. അപ്പോൾ ഈ നിമിഷം സാമ്പത്തികമായിട്ട് ഞെരുക്കത്തിരിക്കുന്നവർ എൻ്റെ കൂടെ എന്ന് വിശ്വസിച്ചേ, വായ്പ വാങ്ങത്തില്ല. ബൈബിൾ പറയുന്നത്, നീ വായ്പ വാങ്ങാൻ നീട വാരത്തില്ല, നീ വാരി വീതറി കൊടുക്കും. ആവർത്തന പുസ്തകം വ്യക്തമായിട്ട് പറയുന്നു, വായ്പ വാങ്ങത്തില്ല. ഇത് ദൈവത്തിൻ്റെ പ്ലാനാ. ദൈവത്തിൻ്റെ പ്ലാനാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലാതെ മനുഷ്യൻ്റെ പ്ലാനല്ല. ആവർത്തന പുസ്തകം 28 വ്യക്തമായി പറഞ്ഞ്, നീ വായ്പ വാങ്ങത്തില്ല. സങ്കീർത്തനത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞ്, നീ വാരി വിതറി ദരിദ്രന് കൊടുക്കും. ബൈബിൾ പറയുന്നത് 1 പത്രോസിൽ പറയുന്നു, കർത്താവ് യേശുവിൻ്റെ തിരുമുറിവിൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അതിൻ്റെ അർത്ഥം യേശുവിൻ്റെ മുറിവിൽ എനിക്ക് ആരോഗ്യമുണ്ട്. രോഗത്താൽ എൻ്റെ ഭാരപ്പെടുന്നവർ എന്നെ കേൾക്കുന്നുവെങ്കിൽ കൈയെടുത്ത് വെച്ചേ, യേശുവിൻ്റെ നാമത്തെ കൈ. ഇപ്പോഴാ സൗഖ്യം നടക്കുക. ഇപ്പം നിങ്ങളുടെ മേലെ ആ സൗഖ്യം റിലീസ് ചെയ്യുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഓ യേശുവേ ആരാധന.
ഞാനൊരു 17 18 എന്ന് പറഞ്ഞൊരു നമ്പർ ഞാൻ കണ്ടുപിടിക്കുക. 17 18 പറഞ്ഞൊരു നമ്പർ ഞാൻ കണ്ടുപിടിക്കുക. അറിയത്തില്ല എന്ത് നമ്പറാന്ന് അറിയത്തില്ല. ആ നമ്പറുമായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുക യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ അതോടൊപ്പം തന്നെ 17 62 പറഞ്ഞൊരു നമ്പറിൻ്റെ കർത്താവിനെ കാണിക്കുക. അത് ചിലപ്പോൾ എന്തെങ്കിലും നിങ്ങളുടെ കോഡായിരിക്കാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങൾക്ക് മാത്രം അറിയാവുന്ന ഒരു നമ്പറായിട്ട് എൻ്റെ കർത്താവ് പറഞ്ഞ ആ നമ്പറിൻ്റെ കാരനെ 17 62 അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുകയാണ്. ആ നമ്പരുമായിട്ട് നിങ്ങൾക്ക് വലിയൊരു കണക്ഷനുണ്ട്. യേശു ക്രിസ്തു പറയുന്നു, നിങ്ങൾ ജീവനോടെ ഇരുന്ന് ദൈവത്തിൻ്റെ പ്രവൃത്തികളെ വർണ്ണിക്കും. തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ എൻ്റെ ഒപ്പം ഒന്ന് പ്രാർത്ഥിച്ച് ഭാവിയുടെ ഞാനൊരു കാര്യം പറയാം, നമ്മൾ പ്രാർത്ഥിക്കുന്നവരല്ല, റിലീസ് ചെയ്യുന്നവരാണ്. സുലോചന സഹോദരി നോക്കിയിട്ട് കർത്താവിനോട് ഇങ്ങനെ പ്രവചിക്കാൻ പറഞ്ഞു, കുടുംബത്തിൻ്റെ മേൽ, തലമുറകളുടെ മേൽ കർത്താവിൻ്റെ വലിയൊരു പ്രവൃത്തി ഒന്നും ഉണ്ടാകാൻ പോകും കേട്ടോ. യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തു. കുടുംബത്തിൻ്റെ മേലോട്ട് ദൈവാത്മാവ് പറഞ്ഞു, കരഞ്ഞത് മതി. ദൈവാത്മാവ് പറയുന്നു, ഭാവിയെ ഓർത്തുള്ള എല്ലാ ആകുലതകളെയും യേശുവിനെ ഏറ്റെടുക്കുകയാണ്. ഇവിടെ കർത്താവ് പറയുന്നു, ഈ ദിവസങ്ങളിൽ ദൈവാത്മാവ് ചില കണക്ഷനുകളെ തരാൻ പോകട്ടോ. യേശുവേ, ഇവിടെ കർത്താവ് പറയുന്ന ദിവസങ്ങളിൽ കുറേ നാളുകളായിട്ട് 3.5 വർഷമായിട്ട് ഒന്നും ശരിയാകുന്നില്ല എന്ന ശബ്ദം ഞാൻ കേട്ടുകൊണ്ടിരിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ആ വാക്കിനെ ഇന്ന് ഞാൻ ക്യാൻസൽ ചെയ്ത് സോലോസവരെ കേൾക്കുന്നുണ്ടോ? ദൈവാത്മാവോട് പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇന്ന് 3.5 വർഷമായിട്ടുള്ള ഒരു വിഷയം കേൾക്കുന്നുണ്ട്. 3.5 വർഷമായിട്ട് ഞാനൊരു ശബ്ദം കേൾക്കുകയാണ്, ഒന്നും ശരിയാകുന്നില്ല എന്നൊരു ശബ്ദം ഞാൻ കേൾക്കുക. ശരിയാണോ? കർത്താവിന് തോന്നുന്നു. യേശുവിന്റെ നാമത്തെ ഏറ്റെടുത്തു. കർത്താവിന് സ്പർശിക്കുക. കുടുംബത്തിന്റെ മേൽ വലിയൊരു പ്രവൃത്തി വെളിപ്പെടുക. ആ വാക്ക് ഞാൻ കേൾക്കുക, ശരിയാകുന്നില്ല, പക്ഷേ ദൈവാത്മാ വിഷയത്തിന്റെ മേൽ തടസ്സങ്ങളെ കർത്താവ് എടുത്തു മാറ്റുകയാണ്. പ്രാർത്ഥിച്ച് ഞങ്ങളിന്ന് അനുഗ്രഹിക്കുന്നപ്പോൾ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ. ഇന്ന് നിങ്ങളോട് ഞാൻ ഒരുമിച്ച് നിങ്ങളെ ബ്ലെസ് ചെയ്യും. എല്ലാവരും തമ്മിൽ അനുഗ്രഹിച്ചേ. ഞാൻ നിങ്ങളോട് പറയും, നിങ്ങൾ പറയുന്നതേ സംഭവിക്കത്തുള്ളൂ. നമുക്ക് അധികാരമുണ്ട്. ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ കെട്ടപ്പെട്ട കഴുതയല്ല കേട്ടോ. യേശു ക്രിസ്തുവിലുള്ള വ്യക്തി. യേശു പറഞ്ഞു, നിങ്ങൾ പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടും. ജീസസ്. നമുക്ക് ഒരുമിച്ച് എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. ഈ നിമിഷം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് കേട്ട വചനം, ഇന്ന് കേട്ട ആലോചനകൾ, ഇന്ന് കേട്ട വചനം യേശുവിൻ്റെ നാമത്തിൽ നമ്മുടെ അഡ്രസ്സ് മാറ്റുന്നതാണ്. ജീസസ് ക്രൈസ്റ്റ്. ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിച്ചേ. ജീസസ് ക്രൈസ്റ്റ്. ഞാൻ തൃക്കയിൽ നിന്നൊരു വീട്ടുപേര് കേൾക്കുക. തൃക്കയിൽ നിന്നൊരു വീട്ടുപേര് ഞാൻ കേട്ടുകൊണ്ടിരിക്കുക. തൃക്കയിൽ എന്നുള്ള വീട്ടുപേരിലുള്ള ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുവാണ്. തൃക്കയിൽ എന്നുള്ളൊരു പേരാണ് ഞാൻ കാണുന്നത്. ചിലപ്പോൾ അത് ഫുൾ നെയിം ആയിരിക്കും, വീട്ടുപേരായിട്ട് ഞങ്ങൾ തൃക്കയിൽ എന്നുള്ളത്. കർത്താവ് ഇന്ന് ആ കുടുംബത്തെ തൊടുകയാണ്. ആരെങ്കിലും തൃക്കയിൽ എന്നുള്ളതുണ്ടെങ്കിൽ ചിലപ്പോൾ അത് മിഡിലായിരിക്കും. എൻ്റെ അത് മാത്രമേ എനിക്ക് കാണുന്നുള്ളൂ. യേശുവിൻ്റെ നാമത്തിൽ തൃക്കയിൽ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ആ വ്യക്തിയെ കർത്താവ് സ്പർശിക്കുക. പറയാൻ വേണ്ടിയാണോ മ്യൂട്ട് മാറ്റിയേക്കുന്നത്? മ്യൂട്ട് മാറ്റുന്ന ആൾ പറയാൻ വേണ്ടിയാണോ തിരുതര മ്യൂട്ട് മാറ്റുന്നത്? പറഞ്ഞു. ബ്രദറെ ഇപ്പോൾ പറഞ്ഞില്ല, അനീഷ് എന്ന് പറയുന്ന അതെന്റെ ഭർത്താവാണ്. അപ്പൊ ഞാൻ ഇവിടുന്ന് ഇങ്ങനെ അടുക്കളയിൽ ഇങ്ങനെ ജോലി ചെയ്തോണ്ടിരിക്കും. പെട്ടെന്ന് എനിക്ക് ഈ ലിങ്ക്, ഞാൻ എന്റെ ഭർത്താവ് ജോലി ചെയ്തോണ്ടിരിക്കുന്ന, അപ്പൊ ഞാൻ എന്ത് അകത്ത് പോയി ടാബില് ഈ ലിങ്ക് ഞാൻ അവർക്ക് ഷെയർ ചെയ്തു. ഞാൻ തന്നെ അത് ഓണാക്കി. ഞാൻ കുറച്ച് സമയം ഈ മെസ്സേജ് ഒന്ന് കേൾക്കുന്നു പറഞ്ഞ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന അത് ഞാൻ അവരെ അതിലേക്ക് ആ പ്രാർത്ഥനയിലേക്ക് കയറ്റി. ഞാനിങ്ങ് വന്ന് അടുക്കളയിൽ നിന്ന് ജോലി ചെയ്തോണ്ടിരിക്കുമ്പോ ബ്രദർ പെട്ടെന്ന് അനീഷിൽ നിന്ന് പേര് വിളിക്കാനും പിന്നെ കണ്ണടിയിട്ട വ്യക്തിയാന്നൊക്കെ പറയാൻ എന്റെ ഭർത്താവാണ്, ഭാവിയെ പറ്റിയൊക്കെ പറയാൻ ഇടയായത്. അല്ലെങ്കിൽ ഇതുവരെ അവര് കേറിയിട്ടുമില്ല. ഞാൻ അങ്ങനെ അവരെ പ്രാർത്ഥനയിൽ കേറ്റാറില്ല. അപ്പൊ ഇന്ന് എന്താ ദൈവം പെട്ടെന്ന് എനിക്കൊരു നിയോഗം തന്നെന്ന് പറഞ്ഞ പോലെ പോയിട്ട് പെട്ടെന്ന് ഞാൻ ആ ലിങ്കിലേക്ക് ടാബിന്ന് സൂമിൽ കയറാനുള്ള ഇടയായത് ദൈവത്തിന്റെ കർത്താവ് തൊടുക. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്ന വലിയൊരു മാറ്റം ഇന്ന് മുതൽ കർത്താവ് തൊടുകയാണ്. പരിശുദ്ധാത്മാവിന്റെ വലിയൊരു ശക്തിയുടെ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി പോകാൻ പ്രാർത്ഥിച്ചു. യേശുവിൻ്റെ നാമത്തിൽ ഈ ദിവസങ്ങളിൽ വലിയൊരു ആത്മാവിൻ്റെ പുതുക്കം ഉണ്ടാവും. ഞാൻ തൃക്കയിൽ നിന്നുള്ള ഒരു വീട്ടുപേരുമായിട്ടാണ്, ചിലപ്പോൾ അത് മിഡിലായിട്ടാണ്, എനിക്കത് ആ ഒരു വാക്ക് മാത്രമാണ് ഞാൻ കേട്ടത്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തി ആ കുടുംബത്തിൻ്റെ അകത്തെ നിരാശകളെ കർത്താവിൻ്റെ പുറകെ തുടച്ചു മാറ്റുകയാണ്. നിലവിളി കേട്ടുകൊണ്ടിരുന്ന ഭവനത്തിൻ്റെ മേൽ കർത്താവ് അത് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം രോഗികളായി ഭാരപ്പെടും ഞാൻ എടുത്തു പറയുകയാണ്. ബർത്ത്ഡേ ആയിട്ടുള്ളവർ, വെഡ്ഡിങ് ആനിവേഴ്സറി ഉള്ളവർ
എല്ലാം ഒരുമിച്ച് ഏറ്റെടുത്തോണം. രോഗികളായിട്ട് ഭാരപ്പെടുന്നവരോ ഈ ദിവസങ്ങളിൽ കടഭാരത്തിൻ്റെ അകത്തോ ഏതെങ്കിലും ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ നിങ്ങൾ ചിന്തിക്കരുത് ഇതിന് വില കുറവാണെന്ന് ചിന്തിക്കരുത്. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കും. അവിടെ തുറന്നു വന്നിരിക്കും, അത്ഭുതം ഉണ്ടായിരിക്കും, അത്ഭുതം നടന്നിരിക്കും. കാര്യം യേശു ജീവിക്കുന്നു. യേശു ജീവിക്കുന്നത് കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ മക്കൾ പ്രാർത്ഥിച്ചാൽ അപ്പനത് പ്രാർത്ഥന തള്ളിക്കളയാൻ പറ്റത്തില്ല. അതുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്ന രോഗത്താൽ ഭാരപ്പെടുന്നവർ കൈവച്ചോ. ഉദരത്തിൻ്റെ അകത്ത് ചില സമയത്ത് കൊളുത്തിപ്പിടിക്കുന്നത് പോലെ വേദന വന്നിട്ട് ഭാരപ്പെട്ട് ഭയപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് ഒന്ന് സ്പർശിക്കുകയാണ്. ഒന്നിലധികം വ്യക്തികളുണ്ട്. യേശുവിനെ നാമത്തിൽ ഏറ്റെടുത്തു. ഞാൻ ഈ കാണുന്നത് ഈ പള്ളഭാഗം എന്ന് പറയും, ഈ ബായ്ക്ക് വശം, നമ്മുടെ ഈ വയറിൻ്റെ ബായ്ക്ക് വശമായിട്ട് അത് ആ വാക്ക് അവിടെ വല്ലാത്തൊരു വേദന ചില സമയത്ത് വരുന്ന ഒരു വ്യക്തിയെ കർത്താവ് കൈവച്ചോ ഇപ്പോൾ സൗഖ്യമായി. ഇപ്പം തന്നെ ചെക്ക് ചെയ്തോണം. യേശുവിൻ്റെ നാമത്തിൽ ഇസ്രേ കൈവച്ചോ, കൈ അവിടെ വെച്ചോ. യേശുവിൻ്റെ മുറിവിൽ അത്ഭുതം ഉള്ളതുകൊണ്ട് ഇപ്പോൾ കൽപ്പിക്കുന്നു, സൗഖ്യത്തെ കൽപ്പിക്കുന്നു. കൈ അവിടെ വെച്ച് യേശുവിൻ്റെ നാമത്തിൽ കൈവച്ചോ. രോഗികളായി ഭാരപ്പെടുന്നതിൽ കൈവച്ചോ യേശുവിൻ്റെ നാമത്തിൽ. ഇതിനു ശേഷമല്ല കൈവച്ചിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചേ. ഞാൻ പറഞ്ഞ് ശ്രദ്ധിച്ചു കേട്ടെ. രോഗത്താൽ ഭാരപ്പെടുന്നവർ കൈവച്ചോ യേശുവിൻ്റെ നാമത്തിൽ കൈവച്ച് ഇപ്പോൾ സൗഖ്യം നടക്കേണ്ടത് ചെക്ക് ചെയ്ത് ഇപ്പം തന്നെ നിങ്ങൾ നോക്കണം. കർത്താവ് ഇവിടെ സൗഖ്യമാക്കിയ നിങ്ങളുടെ കരത്തിലൂടെ ആ സൗഖ്യം നടക്കുക. യേശുവിൻ്റെ നാമത്തിൽ രോഗത്താൽ ഭാരപ്പെടുന്നവർ കൈവച്ച് ഏതെങ്കിലും ബുദ്ധിമുട്ടുള്ളവർ ഇപ്പോൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ സകല വിഷയത്തിൻ്റെ മേൽ യേശുവെ അങ്ങ് അത്ഭുതം ചെയ്യുന്നല്ലോ. ഈ ദിവസങ്ങളിൽ ബർത്ത്ഡേ കർത്താവ് ഇന്ന് വെഡിങ് ആനിവേഴ്സറി അവർക്കൊക്കെ ദീർഘായുസിനെ ഞങ്ങൾ കൽപ്പിക്കുന്നു. അപ്പോൾ ആരോഗ്യത്തെ കൽപ്പിക്കുന്നു. കർത്താവിൻ്റെ കൃപയിൽ പൊതിഞ്ഞ് ദൈവം സൂക്ഷിക്കുന്ന നന്ദി പറയുന്നു. അപ്പം സൗഖ്യമാക്കുന്നു. ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. രോഗത്തിൽ കൽപ്പിക്കുന്ന ഇറങ്ങിപ്പോകുക, ആ വേദന കൽപ്പിക്കുന്ന ഇറങ്ങിപ്പോകുക. ദിവ്യ ആരോഗ്യം ഉണ്ടാകട്ടെ, സമൃദ്ധി ഉണ്ടാകട്ടെ, ഞെരുക്കങ്ങൾ മാറട്ടെ, ബ്ലോക്കായി നിൽക്കുന്ന ഭാവിയുടെ വാതിലുകൾ തുറന്നു വരട്ടെ. റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ വലിയ പ്രവൃത്തി നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ ശരീരത്തെ ഒന്ന് ചെക്ക് ചെയ്തേ. ആ രോഗം അവിടെ ഇല്ല, വേദന അവിടെ ഇല്ല. ഈ സമയത്ത് ആർക്കെങ്കിലും ശ്രദ്ധിച്ചോണം, സാക്ഷ്യങ്ങളുള്ളവർക്ക് ദൈവിക ആലോചന ഇടപെട്ടവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ശ്രദ്ധിച്ചിട്ടേ നിങ്ങൾ പറയാവുള്ളൂ. നിങ്ങൾ സാക്ഷ്യം പറയുമ്പോൾ ചുരുക്കം വാക്കുകളിൽ പറയണം. ദീർഘിപ്പിച്ചു പോകരുത്, നീണ്ടു പോകരുത്. സമയപരിമിതിയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വളരെ ചുരുക്കി, എനിക്കറിയാം സാക്ഷ്യമുള്ളവർക്ക് പറയാം. നിങ്ങൾ ചുരുക്കം വാക്കുകളിൽ പറയണം. ആലോചന ഉള്ളവർ പറയണം. നിങ്ങൾ പ്രാർത്ഥനാ വിഷയം ഈ സമയത്ത് പറയരുത്. കാര്യം നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒത്തിരി പ്രാർത്ഥിക്കേണ്ടി വരും. ഒരുമിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞു, അതുമല്ല അതിൽ നിങ്ങൾ വിശ്വസിച്ചേ പറ്റത്തുള്ളൂ കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്ന്. അതുകൊണ്ട് ഈ സമയത്ത് ഞാൻ ദയവ് ചെയ്ത് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. സാക്ഷ്യമുള്ളവരുണ്ടെങ്കിൽ ചുരുക്കം വാക്കുകളിൽ ഉള്ളവർ പറഞ്ഞാട്ടെ. പറഞ്ഞു. അതെ തേർക്കയിൽ എന്റെ വീട്ടുപേരാണ് ബ്രദറെ. ഞാനത് പറയാൻ മ്യൂട്ടാക്കുമ്പോഴേക്ക് അത് കട്ടായിട്ടാണ് പറയാൻ പറ്റാതായത്. ഓ യേശുവിന്റെ നാമത്തിൽ കർത്താവിന് തൊടുപെട്ട് ദൈവം പറഞ്ഞ വലിയൊരു നിലവിളിയെ ആ കർത്താവ് കുടുംബം എന്നോട് വല്ലതും വീട്ടുപേരെല്ലാം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല പറഞ്ഞിട്ടില്ല ബ്രദറെ. ഉറപ്പാണോ? ഉറപ്പാണ്, ഞാൻ പറഞ്ഞിട്ടില്ല. ഉറപ്പാ. എന്നാ പിന്നെ ഏറ്റെടുത്തു. യേശുവിന്റെ നാമത്തിൽ ദൈവാത്മാവ് വെളിപ്പെടുത്തി ആ കുടുംബത്തിന്റെ മേൽ നിലവിളിയെ കർത്താവ് മാറ്റാൻ പോവാണ്. ഈ ദിവസങ്ങളിൽ ദൈവം പറയുന്നു നിലവിളി വരത്തില്ല. അവിടുന്ന് ജയത്തിന്റെയും ഉല്ലാസത്തിന്റെയും ഘോഷം കുടുംബത്തിൽ വെളിപ്പെടും. ഏറ്റെടുത്തോ കേട്ടോ സൗരി, ഏറ്റെടുത്തു. ജയം ഉണ്ടാകാൻ പോവാണ്. ദൈവം നിങ്ങളുടെ വീട്ടുപേരറിഞ്ഞ് ഞാൻ അറിയാൻ ഒരു സാധ്യതയുമില്ല. ഞാൻ എന്തുകൊണ്ട് എടുത്തു വെക്കുന്നു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ കർത്താവ് ഉറപ്പ് തരുവാണ്. യേശു ജീവിക്കുന്നു, കർത്താവ് എന്നെ കാണുന്നുണ്ട്, എൻ്റെ കണ്ണുനീരിനെ കാണുന്നുണ്ട്, എൻ്റെ ദുഃഖത്തെ കാണുന്നുണ്ട്, അവൻ എനിക്ക് മറുപടി തരുന്ന ദൈവമാണ് കർത്താവ് കാണിച്ചു തരുവാണ്. ആമേൻ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാനുണ്ടെങ്കിൽ വേഗത്തിൽ പറഞ്ഞു. ഒരു മിനിറ്റ്. ജെയ്സൺ ബ്രദറെ ചോളിത്തി പറയാവോ? കേൾക്കുന്നില്ല. ഒരു മിനിറ്റ്. ബീന സൗകര്യം ഒന്ന് കട്ട് ചെയ്തേ. ബ്രദർ പറയുന്ന ആൾ മാത്രം ഓണാക്കി. നിങ്ങൾ മ്യൂട്ട് ചെയ്യുന്ന ടോംസ് ഫോർ ഒത്തിരി ബുദ്ധിമുട്ടും കണ്ടെങ്കിൽ നിങ്ങൾ തിരുതരം മ്യൂട്ട് എടുക്കണം. അദ്ദേഹത്തിനും പ്രാർത്ഥനയെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതായി പോകും കേട്ടോ. ജെയ്സൺ ബ്രദർ പറഞ്ഞു. കേൾക്കുന്നില്ല. ഉറക്കെ പറയാം, വോളിയം കുറവാ.
പറഞ്ഞോ. ആ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ വചനം പറഞ്ഞിട്ട് ഇതിനകത്ത് കൂടാൻ കാരണമായിട്ട് അതിനെ അതിനകത്ത് ബ്രദർ പറയുന്ന വചനത്തിന് എൻ്റെ ഒരു മിസ്റ്റേക്ക് തന്നെയാണ്. ഞാൻ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാം. അതോടൊപ്പം ഞാനിത് വചനം പറഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു കാര്യം എനിക്ക് നടക്കാൻ പറ്റുന്നത് ദൈവം ഇപ്പോൾ തന്നെ ഒരു ഓർമ്മയിലേക്ക് ഞാൻ കംപ്ലീറ്റ് അപ്പൊ അവര് സാധാരണ ഞാൻ അപ്പൊ അങ്ങനെ കുറച്ച് ദിവസം ഇങ്ങനെ നടക്കുന്നത് ദൈവത്തിന്റെ ആദ്യമേ നമ്മളൊരു പ്രഖ്യാപനം പറയുന്ന കുറെ വാക്കുകൾ കേൾക്കുമ്പോൾ ഈ വചനത്തിൽ ഇത് ഞാനൊരു 10 പ്രാവശ്യം ഞാൻ എന്റെ ജയ്സംബർ ഒരു സെക്കൻഡ്, ജയ്സംബറെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ജയ്സംബർ ഒരു ഉപകാരം ചെയ്യുമോ? ജയ്സംബർ പെട്ടെന്ന് ഒരു ഉപകാരം ചെയ്യും. എനിക്ക് ഓഡിയോ മിസ്സായി കട്ടായി പോകുന്നു. എനിക്ക് പെട്ടെന്ന് വാട്സാപ്പിലേക്ക് ബ്രദർ എനിക്കൊരു വോയിസ് റെക്കോർഡ് അയക്കാമോ വാട്സാപ്പിലേക്ക്? ബ്രദറെ ക്ലിയർ ആകാത്തതുകൊണ്ട് സാക്ഷ്യം കേൾക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്, പക്ഷെ ക്ലിയർ ആകുന്നില്ല. വേഗത്തിൽ എനിക്കൊന്ന് അയക്കാം ബ്രദറെ വോയിസ്. എനിക്ക് ഭയങ്കരമായിട്ട് കട്ടായി പോവാ, സൗണ്ട് കട്ടായി പോകണ്ട, കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട് കേട്ടോ. വേഗത്തിൽ അയക്കാവോ? ഓക്കെ. മറ്റാരെങ്കിലും പറഞ്ഞോ? കേൾക്കാമോ ബ്രദറെ? പറഞ്ഞോ കേൾക്കാം. ഓക്കെ. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ മോൻ്റെ അടിവയറ്റിൽ വേദനയുണ്ടായി. അപ്പം വേദനയുണ്ടല്ലോ ഡാഡി എനിക്ക് എന്ന് പറഞ്ഞു. ഞാൻ അന്നേരപ്പോൾ കൈവച്ച് പ്രാർത്ഥിച്ചു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ അന്നേരപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് അവന് സൗഖ്യം കിട്ടി. കർത്താവ് വന്നു രോഗസൗഖ്യത്തിന് മഹത്വപ്പെടുത്തുന്നു അവനെ. യേശുവിന് നന്ദി, സ്തുതി, സ്തോത്രം. ആമേൻ. നന്ദി കർത്താവ്. എന്ന് പ്രിയ ബ്രദർ പറഞ്ഞ പോലെ തന്നെ ഈ ദിവസങ്ങളിൽ ആ കിട്ടിയ താലന്തിനെ നന്നായിട്ട് അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ ആ കുഞ്ഞിൻ്റെ വേദന മേൽ പ്രാർത്ഥിച്ചു. കർത്താവ് ഇന്ന് സൗഖ്യം കൊടുത്തു. ഇനി ഞാൻ പറഞ്ഞതുപോലെ ഈ വീടിൻ്റെ അകത്തുനിന്നും രോഗസൗഖ്യ ശുശ്രൂഷ പുറത്തോട്ടിറങ്ങട്ടെ. വെളിയിൽ പോയി അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവ് വഴി തുറക്കട്ടെ. അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവനാമത്തിൽ ഏറ്റെടുക്കുന്നു. ആമേൻ. മെസ്സേജ് കേൾക്കണേ. തീർച്ചയായും. ഹലോ, പറഞ്ഞോ. ബ്രദറെ, ഞാന് അപ്പോ അനീഷ് എന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു വേറെ ആരെങ്കിലും ആയിരിക്കും. ഞാൻ ജസ്റ്റ് ഓണാക്കി അടുത്ത് വെച്ചിട്ടേ ഉള്ളായിരുന്നു. അപ്പോ ബ്രദർ പറഞ്ഞു സ്പെക്സ് ഇട്ട വ്യക്തിയാണെന്ന് പറഞ്ഞു. അപ്പൊ കണ്ണട ഇട്ട വ്യക്തിയാന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് എനിക്ക് ഇതായി. കാരണം എൻ്റെ പേരും പറഞ്ഞു, ആ ഒരു കണ്ണട വ്യക്തി എന്നും കൂടി പറഞ്ഞു. ഭാവിയെ സംബന്ധിച്ച് ദൈവം പുതിയ വഴികൾ തുറക്കാൻ പോകുന്നു, പിന്നെ ഭാവി അനുഗ്രഹിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൂടാതെ ഈ സൂമിൽ എൻ്റെ പേരിലല്ല ഞാൻ കയറിയിരിക്കുന്നത്. അപ്പൊ എൻ്റെ പേര് ഈ സൂമിന്റെ എവിടെയും കാണാനും ഇല്ല. അപ്പോൾ ദൈവം എന്നോട് സംസാരിച്ചാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. തീർച്ചയായും ബ്രദറെ, ധൈര്യമായിട്ടിരിക്കും. കർത്താവ് പുതിയൊരു വഴി ദൈവം തുറക്കാം, വലിയൊരു ബ്രേക്ക് ത്രൂ തുറക്കാൻ പോവാണ്. ദൈവം തുറക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ അറിയും, നാട്ടുകാരറിയും, എല്ലാവരും അറിയത്തക്കവണ്ണം ദൈവം വഴി തുറക്കുന്നത്. പ്രതീക്ഷിച്ചിരുന്നോണം കർത്താവ് അത് ചെയ്യും. ആമേൻ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഹലോ ബ്രദറെ, പറഞ്ഞോ. കേൾക്കാവോ? പോയ ബുധനാഴ്ച വന്നിട്ട് കവിത എന്ന് പറഞ്ഞിട്ട് കവിതയെ പറ്റി ഇങ്ങനെ പറഞ്ഞ് ദൈവം സ്പർശിക്കുകയാണ്, പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എന്റെ അനുജത്തിയാണ്. അന്ന് ഞാൻ പറഞ്ഞ് ഈ ലിങ്ക് ഇട്ട് കൊടുത്തിട്ട് പറഞ്ഞ രീതിയിൽ കയറണം, എനിക്ക് വേണ്ടി നീ കയറണം, അല്ലെങ്കിൽ മര്യാദയ്ക്ക് കയറണം എന്നുള്ള രീതിയിൽ ഞാൻ കുറച്ചൊരു ഇതായിട്ട് ഞാൻ പറഞ്ഞു. അപ്പൊ അവള് കയറിയോന്ന് ഞാൻ മെസ്സേജ് ഇട്ട് ചോദിച്ചപ്പോ കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഞാനത് എനിക്ക് പക്ഷെ ഒന്നും സംസാരിക്കാൻ പറ്റില്ല ആ സമയത്ത്. ഞാൻ ജോലി ടൈമാണ്. അപ്പൊ ജോലിയിൽ ഒന്നും സംസാരിക്കാനോ ഒന്നും ആമയും പറയാനോ ഒന്നിനും പറ്റില്ല. അപ്പൊ അവള് കേട്ടോണ്ടിരുന്നപ്പോ അവള് പേര് പറയാണ്, കവിതയെ ഇങ്ങനെ കവിതയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞപ്പോ എനിക്കും ഒന്നും സംസാരിക്കാൻ പറ്റിയിട്ടില്ല, അവൾക്കൊന്നും പറഞ്ഞില്ല. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ നീ എന്തുകൊണ്ട് ആമേൻ പറഞ്ഞ് അത് ഏറ്റെടുത്തില്ല എന്നൊക്കെ പറഞ്ഞപ്പോ
എന്നെയൊന്നും ആയിരിക്കില്ലടി. അത് എന്നെ പോലെ ദൈവവിശ്വാസമുള്ള എത്രയോ പേര് കവിത എന്ന് പറഞ്ഞു കാണാം, അവരെ ആയിരിക്കും. എന്നെയൊന്നും സ്പർശിക്കാൻ ദൈവം എന്നെയൊന്നും അങ്ങനെ ഇതാവില്ലെന്ന് പറഞ്ഞു. അത് പറഞ്ഞ് ഇന്ന് ഞാൻ പറഞ്ഞു, ദൈവം ഏത് നീ ഇന്ന് കയറ്, ഞാനും ഉണ്ട് ലീവില്, നീ ഒന്ന് കയറ്, ദൈവം നിന്നെ തന്നെയാണ് വിളിക്കണേന്ന് പറഞ്ഞു. ഇന്നത് പറഞ്ഞപ്പോ ഞാൻ ഏറ്റെടുക്കുകയാണ്. വല്ലാത്തൊരു സന്തോഷവും ഇതിലേറെ അത്രമാത്രം അവളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പക്ഷെ അത് ഞാൻ ഏറ്റെടുക്കുകയാണ്. സ്തോത്രം. സിസ്റ്റർ, ആ സിസ്റ്റർ ഇന്ന് പ്രയറിനുണ്ടോ? സിസ്റ്റർ ഒന്നുണ്ടോ? ഞാൻ കേറാൻ പറഞ്ഞു, പക്ഷെ കേറിയിട്ടുണ്ടോന്ന് അറിഞ്ഞൂടാ. ഞാൻ ഇപ്പൊ ഫ്രാൻസിലാണ്, അവള് നാട്ടില് ഇന്ത്യയിലാണ്. അറിഞ്ഞൂടാ, ഞാൻ കേറി വന്നു. കർത്താവ് എല്ലാം കാണുന്നുണ്ട്. ഞാൻ എപ്പോഴും കൂടെ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളെപ്പോഴും ശ്രദ്ധിച്ചോണം. ഞാനെന്ന വ്യക്തി ഇവിടെ ഇരിക്കുന്നത് മാത്രമേ ഉള്ളൂ. നമ്മളെല്ലാം പല രാജ്യങ്ങളിലിരുന്നു കൊണ്ട്, ഞാനിപ്പോൾ ഇവിടെ UK യിലിരിക്കുന്നു, പലരും ഇന്ത്യയിലിരിക്കുന്നു. ഇപ്പോൾ സിസ്റ്റർ പറഞ്ഞു, സിസ്റ്റർ എവിടെയായിരുന്നു? ഫ്രാൻസിലല്ലേ? US നിന്ന് കയറുന്നവരുണ്ട്, US നിന്ന് കയറുന്നവരുണ്ട്, മിഡിൽ ഈസ്റ്റിൽ നിന്ന് കയറുന്നവരുണ്ട്. പല രാജ്യത്തിലിരിക്കുന്ന നമ്മളെ കർത്താവ് ഇന്ന് ഈ സൂം എന്ന പ്ലാറ്റ്ഫോമിലൂടെ കണക്ട് ചെയ്ത് നിങ്ങളുടെ പേരുകളും നിങ്ങളുടെ വിഷയങ്ങളും നിങ്ങളുടെ ഹൃദയത്തിലിരിക്കുന്ന ഭാരങ്ങളും നിങ്ങളുടെ ഹൃദയ രഹസ്യങ്ങളും ഒക്കെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നതിൻ്റെ കാര്യം എന്നറിയാം. യേശുവിന് നിങ്ങളെ ഉയർത്തുവാൻ ആഗ്രഹിക്കുന്നു. യേശു ജീവിക്കുന്ന കർത്താവ് എന്ന് വിശ്വസിക്കുന്നവരെ മാനിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ വിട്ടുകൊടുക്കരുത്. ഞാൻ ദിവസങ്ങളിൽ പറഞ്ഞ് വിട്ടുകൊടുക്കരുത്. നമ്മൾ ഉയർച്ച പ്രാപിക്കും. നമ്മൾ ദേശത്തെ സാക്ഷിയായി തരും. ദൈവത്തിനെ വിളിക്കുന്ന നീയല്ലേ, യേശുവിനോട് ചേർന്നിരിക്കുന്ന നീയല്ലേ. നിന്നെ തൊടാത്ത എനിക്ക് അങ്ങനെയൊന്നുമില്ല. നിന്നെ തൊടാത്ത ആൾ എന്നെ തുടങ്ങി. ഞാൻ പറഞ്ഞു, ഇല്ല, നിന്നെ തൊട്ടിരിക്കുന്നു, അത് നീ ഏറ്റെടു ഇല്ല എന്ന് പറഞ്ഞിട്ട് അവൾ എന്നെ ഒരുപാട് പറഞ്ഞു. ഇന്നും അവൾ അതിൽ കയറിയെന്നാണ് എന്റെ വിശ്വാസം. എനിക്കതിൽ ഞാൻ ഏറ്റെടുക്കുന്നു. എല്ലാ വിശ്വാസികളോടും ദൈവം അനുഗ്രഹിക്കും. കാര്യം നിങ്ങളെല്ലാവരെയും ദൈവം കാണുന്നുണ്ട്, എനിക്കത് ഉറപ്പാണ്. അതേമാതിരി ബ്രദർ പ്രാർത്ഥിക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷവും സമാധാനം ആരോഗ്യവും ഉണ്ടെന്നൊരു തോന്നൽ. ഒറ്റപ്പെടലിന്റെ വേദന ഇടയ്ക്ക് ബ്രദർ ഏതോ പ്രാർത്ഥനയുടെ ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒറ്റപ്പെടലിന്റെ വേദന അതൊരു വേദനയാണെന്ന്. സോറി, ഞാൻ ഒരുപാട് നീണ്ടുപോകുന്നു. ഓക്കെ, ഇത് ഏറ്റെടുക്കുന്നു. അത് തന്നെ, ഇതൊരു ഇതായിട്ട് ഞാൻ പറയുകയാണ്. ആമേൻ. തീർച്ചയായും കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ദൈവം നമ്മുടെ കർത്താവിൻ്റെ കരം നമ്മുടെ കൂടെയുണ്ട്. ഞാൻ ഈ ദിവസങ്ങളിൽ പറയും, നിങ്ങൾ ഈ പ്രയറിൻ്റെ ലിങ്കുകൾ അനേകർക്ക് കൊടുക്കുക, അനേകരിലേക്ക് എത്തിക്കുക. ഇപ്പം ഇത്രയും സാക്ഷികൾ നമ്മൾ കേൾക്കുമ്പം യേശു നമ്മളെ തൊടുന്നു. എനിക്ക് റാണി സഹോദരി ഇന്ന് പ്രാർത്ഥനയുണ്ട്. സഹോദരിക്ക് പറയാൻ പറ്റുന്നില്ല, കട്ടായി പോകുന്നു. എനിക്കൊരു വോയിസ് റെക്കോർഡ് അയച്ചു. സഹോദരിയുടെ സാക്ഷി സഹോദരി കേൾക്കുന്നുണ്ടോ? റാണി സഹോദരി എനിക്കിപ്പോൾ ഒരു വോയിസ് റെക്കോർഡ് അയച്ചു, ഒരു സൗഖ്യത്തിൻ്റെ സാക്ഷി. ഇപ്പം പറഞ്ഞു, എനിക്ക് തോന്നുന്നു ബ്രദർ സാക്ഷ്യം എനിക്ക് കുറച്ച് മുമ്പ് ഞാനിപ്പോ കേൾപ്പിക്കട്ടെ സിസ്റ്ററെ. ഹലോ ബ്രദറെ, ഞാൻ റാണി സന്തോഷാണ്. സിസ്റ്റർ പറയുമോ? ഞാൻ കേൾപ്പിക്കണോ? പറഞ്ഞു. ഞാൻ പറയുമല്ലേ, ഞാൻ കേൾപ്പിച്ചോളാം. സിസ്റ്റർ അയച്ച വോയിസ് റെക്കോർഡ് കേൾപ്പിക്കട്ടെ? അല്ല സിസ്റ്റർ പറയുമെങ്കിൽ പറഞ്ഞു, കുഴപ്പമില്ല, ധൈര്യമായിട്ട് പറഞ്ഞു. ബ്രദറെ, എന്റെ കൈക്കും കാലിനും ഈ അലർജി പോലെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ യേശുവിന്റെ നാമത്തിൽ എനിക്ക് യേശുവിന്റെ രക്തത്താൽ എനിക്ക് സൗഖ്യം തരണമെന്ന് ഞാൻ സ്വയമായിട്ട് അങ്ങ് പ്രാർത്ഥിക്കും. അപ്പൊ എനിക്ക് ഒത്തിരി വ്യത്യാസമായി. എന്റെ കാലിലെ അലർജി എല്ലാം അങ്ങ് മാറി. അങ്ങ് ഒരു 3-4 ദിവസം അങ്ങനെ ഉണ്ടായിരുന്നതാണ്. എന്നിട്ട് ഞാൻ ഓഫീസിൽ പോയിട്ട് ഞാൻ എന്റെ കൂട്ടുകാരോട് ഞാൻ പറഞ്ഞു, ഞാൻ തന്നെ അങ്ങ് പ്രാർത്ഥിക്കും, ദൈവം എനിക്ക് അത്ഭുതം ചെയ്തു എന്ന് ഞാൻ അങ്ങ് പറഞ്ഞു. ആമേൻ. നന്ദി കർത്താവേ. പ്രിയ റാണി സഹോദരി പറഞ്ഞ പോലെ ശരീരത്തിൽ അലർജികൾ ഉണ്ടായിരുന്നു. യേശുവിൻ്റെ നാമത്തിൽ പ്രിയ മകളെ കർത്താവ് തൊട്ടു, അത്ഭുതം ചെയ്തു. തന്നെ അങ്ങ് പ്രാർത്ഥിച്ചു. ഇപ്പം മനസ്സിലായോ? തന്നെ അങ്ങ് പ്രാർത്ഥിച്ചോണം. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് അധികാരമുണ്ട്. നിങ്ങൾ ആരുടെയും പുറകെ പോകണ്ട, നിങ്ങൾ തന്നെ പ്രാർത്ഥിച്ചോണം. യേശു കൂടെ ഉണ്ട്. ഏറ്റവും വലിയ ഉറപ്പെന്ന് പറഞ്ഞാൽ എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉണ്ട്. അവൻ എന്നെ കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല. പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ല, ആരെല്ലാം കൈവിട്ടാലും ഞാൻ നിന്നെ കൈവിടത്തില്ല. ഇതിനേക്കാൾ വലിയ ഉറപ്പ് ഇനി ദൈവം തരത്തില്ല. കർത്താവിൻ്റെ ഉറപ്പ്. അതുകൊണ്ട് ധൈര്യത്തോടെ, ഞാൻ രോഗിയായിരിക്കുന്നത് യേശുവിന് ഇഷ്ടമല്ലെന്ന് നിങ്ങൾ തീരുമാനിച്ചോണം. യേശുവിന് ഞാൻ രോഗിയാകുന്നത് ഇഷ്ടമില്ല, ഞാൻ തകരുന്നത് യേശുവിന് ഇഷ്ടമില്ല. എൻ്റെ യേശുവിന് എൻ്റെ ആഗ്രഹം. യേശു പറഞ്ഞു, ഞാൻ പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുക. അപ്പം മനസ്സിലായി, എൻ്റെ സമാധാനം യേശു പറഞ്ഞത്, അല്ലാതെ സ്വർഗത്തിൽ നിന്ന് കിട്ടി എൻ്റെ എനിക്കുള്ള സമാധാനം തരും. അപ്പോൾ എത്രത്തോളം എന്നെ നിങ്ങളെ ഇഷ്ടമാണ് ദൈവത്തിന്. നമ്മൾ സമാധാനത്തോടിരിക്കാൻ ആഗ്രഹമുണ്ട്. കർത്താവ് പ്രിയ മകളെ സൗഖ്യമാക്കിയതിന് നന്ദി. വചനം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകുന്നുണ്ടെങ്കിൽ യേശുവിൻ്റെ സമാധാനമാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും സാക്ഷ്യം ഉണ്ടെങ്കിൽ വേഗത്തിൽ പറഞ്ഞാട്ടെ. ഹലോ പറഞ്ഞു.
പ്രൈസ് ലോർഡ് ബ്രദറെ. കഴിഞ്ഞ 2 ദിവസം മുന്നേ ഇങ്ങനെ ഇതിൽ കയറിയതിനു ശേഷം ബ്രദർ ഇങ്ങനെ പറഞ്ഞു, എവിടെയാന്ന് വെച്ചാൽ നിങ്ങളുടെ രോഗാവസ്ഥയിലേക്ക് കൈവച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ എനിക്ക് PCOD ഇഷ്യൂ ഉള്ളതാണ്, എനിക്ക് ഇറഗുലർ പീരീഡ്സ് ആണ്. ആഫ്റ്റർ ഡെലിവറി എനിക്ക് ഇപ്പോൾ ഒരു 1.5 year ആയിട്ട് എനിക്ക് പീരീഡ്സ് ആവാതെ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഇന്ന് ഞാൻ ഡോക്ടറെ കാണാൻ വേണ്ടി നിന്നതായിരുന്നു. പക്ഷെ ദൈവകൃപയാൽ ഇന്ന് ഞാൻ പീരീഡ്സ് ആയി. ഞാൻ വിശ്വസിക്കുന്ന കർത്താവ് എന്നെ സൗഖ്യമാക്കി വിശ്വസിക്കുന്നു. അത് ഞാൻ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചതോടെ ദൈവം എന്നെ സൗഖ്യമാക്കി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. കർത്താവ് സൗഖ്യമാക്കിയത് തന്നെയാണ് സിസ്റ്റർ. ധൈര്യമായിട്ടിരിക്കുക. പ്രിയ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ PCODയുടെ വിഷയം ദൈവം തൊട്ടല്ലോ. കർത്താവിൻ്റെ മുറിവ് എൻ്റെ സൗഖ്യമാണ്, അതുകൊണ്ട് നിങ്ങളുടെയും സൗഖ്യമാണ്. കർത്താവ് പ്രിയമകളെ തൊട്ടതിന് നന്ദി, സൗഖ്യമാക്കിയതിന് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയുവാൻ? ജയ്സൺ ബ്രദർ അയച്ചിട്ടുണ്ടോ എനിക്ക്? ബ്രദറെ ഓക്കെ ഞാൻ നോക്കിയോളാം. ഒരു മിനിറ്റ്, നമുക്ക് ജയ്സൺ ബ്രദറിന്റെ പറഞ്ഞു എന്നിട്ട് ഞാൻ കേൾപ്പിക്കാം. 1-നും 18-നും ഇടയ്ക്കുന്നൊരു സംഖ്യ പറഞ്ഞില്ലായിരുന്നു. ഇപ്പൊ അതില് ഞാൻ ഇങ്ങനെ കഴിഞ്ഞ സൂമിൽ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. 18-ാം തീയതി എനിക്ക് ഒരു ചിട്ടിയുടെ പൈസ കിട്ടാനുണ്ട്, അത് 1-ാം തീയതി തരാമെന്ന് പറഞ്ഞത്. അത് പിന്നെ അവർ ഈ മാസം അവസാനമാക്കി. അപ്പൊ ഞാൻ 18-ാം തീയതി തരണമെന്ന് പറഞ്ഞ് അവരങ്ങനെ തരാമെന്ന് ഏറ്റിട്ടുണ്ട്. അത് 1-ഉം 18-ഉം എന്ന് പറഞ്ഞപ്പോ ഞാൻ അങ്ങ് അതിശയിച്ചു പോയി. ദൈവം അവിടെ പ്രവർത്തിച്ചല്ലോ എന്നുള്ള രീതിയിൽ. തുടർന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പിന്നെ എൻ്റെ മകള് കാനഡയിലായിരുന്നു എന്ന് പറഞ്ഞു, അവൾക്കൊരു ജോലി ഇല്ല എന്ന് പറഞ്ഞു. അവൾക്ക് ജോലി കിട്ടി. പക്ഷെ അവൾ ആ ജോലിക്ക് ചെല്ലുന്നിടത്തൊക്കെ കനേഡിയൻസ് ആണ്. അവൾക്കതൊരു പേടി പോലെ എന്ന് പറഞ്ഞു. മമ്മി പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മക്കളെ പ്രാർത്ഥിക്കാം, ഇത് കണക്ക് സൂം മീറ്റിങ്ങിൽ അമ്മ വിഷയം വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, മോള് പേടി കൂടാതെ പോ എന്ന് പറഞ്ഞ്. ഇപ്പൊ അവള് സന്തോഷത്തോടെ അവള് പോയി വരുന്നു എന്ന് എന്നെ അറിയിച്ചു. ബ്രദർ തുടർന്ന് അവൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുന്നതിന് അപേക്ഷിച്ചു. തീർച്ചയായിട്ടും കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യും. കർത്താവ് ഇന്ന് പ്രിയ കുടുംബത്തെ തൊട്ടതിന് നന്ദി. ഈ ദിവസങ്ങൾ ദൈവാത്മാവ് വെളിപ്പെടുത്തുമ്പോൾ ഞാൻ നിങ്ങൾ പറയാമല്ലോ, ചിലപ്പോൾ കർത്താവ് കഴിഞ്ഞ ദിവസം ഒരു സഹോദരി വെക്കുന്നുണ്ട്, അവരുടെ പേഴ്സണലായിട്ടുള്ള ATM-ന്റെ എന്തോ പാസ്വേഡോ സംതിങ് ദൈവം വെളിപ്പെടുത്തിയായിരുന്നു. അപ്പം എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തി? കർത്താവ് എന്തിനാണ് ഈ പാസ്വേഡൊക്കെ വെളിപ്പെടുത്തി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഉറപ്പ് കിട്ടണ്ടേ? നമ്മളിപ്പോൾ ഞാൻ നിങ്ങൾക്ക് അറിയാമെന്ന് ഇപ്പോൾ നിങ്ങൾ എന്നോട് പറയും, ബ്രദറെ എൻ്റെ പേര് ഇന്നയാളെന്നാണ്. അപ്പോൾ ഞാൻ പറയോ ഇന്നയാളെ തുടർന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയും ബ്രദർ അത് അറിഞ്ഞിട്ട് പറയുന്നതല്ലേ. ഇപ്പോൾ പലപ്പോഴും ഞാൻ ഓർക്കുന്നില്ല, ചിലരുടെയൊക്കെ ചില കാര്യങ്ങളൊക്കെ വെളിപ്പെടുന്ന സമയത്ത് അവർ പറയും, ബ്രദറെ ഇത് ഞാൻ എൻ്റെ കാര്യം പറയുമല്ല, ഞാനും വളരെ എക്സൈറ്റഡ് ആകാറുണ്ട്. കാര്യം ദൈവം എത്രത്തോളം നമ്മളെ സ്നേഹിക്കുന്നുള്ളത് കൊണ്ടാണ്. നമ്മുടെ വിശ്വാസത്തെ ദൈവം ഒന്ന് ഉറപ്പിക്കുക. എന്തിനാണെന്നറിയാം ഇത് വെളിപ്പെടുത്തുന്നത്? ഞാനിത് പലപ്പോഴും ഈ പ്രവചന ആലോചന നിങ്ങൾ ഇടപെടുന്നുണ്ടെങ്കിൽ പറയാൻ കാരണം എൻ്റെ വിശ്വാസം കൊണ്ട് വർദ്ധിക്കാൻ വേണ്ടിയാണ്. നിങ്ങളത് പറയുമ്പോൾ എനിക്കൊരു ബലമാണ്. യേശു ജീവിക്കുന്നു, കർത്താവ് എൻ്റെ കൂടെയുണ്ട്, നിങ്ങളുടെ കൂടെയുണ്ട്, നമുക്കൊന്ന് ബലം തരിക. അല്ലാതെ പ്രവചിച്ചു എന്ന് പറയാൻ വേണ്ടിയല്ല. ദൈവാത്മാവ് ഇത് വെളിപ്പെടുത്തുന്നത് നമ്മളെ ബലപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പ്രിയ നമ്മൾ പറഞ്ഞ പോലെ അസംഖ്യ ദൈവം വെളിപ്പെടുത്തിന് നന്ദി പറഞ്ഞാൽ നമ്മുടെ ബ്രദറിൻ്റെ ജയ്സൺ ബ്രദറിൻ്റെ ഒരു സാക്ഷി ഒന്ന് കേട്ടോട്ട്. അദ്ദേഹം വോയിസ് അയച്ചിട്ടുണ്ട്, കേൾക്കാൻ പറ്റുന്നതാണ്. ആദ്യം നിങ്ങൾ പ്രതികരിക്കുന്നത് ഓണാക്കാം. കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഞാൻ പറഞ്ഞത് ക്ലിയർ ആണോ? കേൾക്കുന്നുണ്ടോ? നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ കേൾക്കാം. വളരെ വീക്കാണ് സൗണ്ട്, ഒട്ടും കേൾക്കാൻ പറ്റുന്നില്ല, ഒന്നും മനസ്സിലാവുന്നില്ല. ഒരു സൗണ്ട് അങ്ങനെ പോകുന്നു അറിയില്ലാണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, ജസ്റ്റ് വെയിറ്റ് ചെയ്യണം. ആരല്ലേ സാക്ഷി? ഓക്കെ, ഒരു സാക്ഷി ഉണ്ട്, വേഗത്തിൽ പറഞ്ഞു. ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞു, വേഗത്തിൽ സാക്ഷി ഉണ്ടേ പറഞ്ഞു. ഹലോ ബ്രദർ. പറഞ്ഞു ഹലോ പറഞ്ഞു കേൾക്കുന്നുണ്ടോ ബ്രദർ? ഉണ്ട് സിസ്റ്റർ പറഞ്ഞു.
കീർച്ചയാണ്. പിന്നെ ഞാൻ 7-ാം തീയതിക്ക് ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒരു 3-4 ദിവസം മുമ്പ് നമ്മുടെ ബാത്റൂമിൽ നിന്ന് ടോയ്ലറ്റിലേക്ക് ഒരു പാമ്പ് പോയി. പത്തിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിനെ ബ്രദറെ എനിക്ക് വചനങ്ങളൊക്കെ അയച്ചു തന്നല്ലേ, ലൂക്കോസ് 10:19 പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ നമ്മൾക്ക് അധികാരം തരുന്നു, ഒന്നും നിങ്ങൾക്ക് ഒരു ദോഷവും വരികയില്ല. ഞാൻ നല്ലോണം പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. നല്ല ഹാപ്പി ആയിരുന്നു, മനസ്സൊക്കെ നല്ല റിലാക്സ് ആയിരുന്നു, ഒരു ടെൻഷനും ഉണ്ടായിരുന്നില്ല. സന്ധ്യ സമയത്തായിരുന്നു, അങ്ങനെ ഒരു 7 മണിക്ക് അങ്ങനെ മോള് വന്ന് ബാത്റൂമിൽ കുളിക്കാൻ പോയതായിരുന്നു. അപ്പോഴാണ് അങ്ങനെ സംഭവിച്ചത്. പിന്നെ കണ്ടതേയില്ല. പിന്നെ ഞങ്ങൾ രാത്രി മുഴുവൻ എനിക്ക് ടെൻഷനായി, എന്താണോ അങ്ങനെ കണ്ടത് എന്ന് പറഞ്ഞു. പക്ഷെ നല്ല മനസ്സോട് കൂടിയിട്ട് രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ആ സമയത്ത് സ്വപ്നം കാണണം, ഞാന് ഒരു സ്ത്രീ ഹോസ്പിറ്റലിൽ പോയി നമ്മൾ BP നോക്കുമല്ലോ, ആ BP നോക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ കെട്ടുമല്ലോ, അപ്പൊ ആ കെട്ടി കഴിഞ്ഞ് BP വെച്ച് നോക്കുന്ന പോലെ ഈ പാമ്പ് വന്ന് ആ സ്ത്രീയുടെ ശരീരത്തിൽ കൊത്തുക. എന്നിട്ട് ഈ പാമ്പിന്റെ വിഷം മുഴുവൻ ആ ശരീരത്തിൽ കയറ്റിയിരിക്കുക. ആ സ്ത്രീ അങ്ങനെ വീർത്ത് വന്നു. അങ്ങനെ അത് ഈ സ്ത്രീ അപ്പൊ ഇനി ആരെങ്കിലും ഒന്ന് കടിക്കണമല്ലോ, കടിക്കാൻ നോക്കിക്കൊണ്ടേയിരിക്കണം, പക്ഷെ ആരെയും കടിക്കാൻ പറ്റില്ല. അങ്ങനെ 5 മണി വരെയൊക്കെ ഇങ്ങനെയൊക്കെ കണ്ടു. അപ്പൊ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കണം. അങ്ങനെ നല്ല ഉറക്കത്തിലല്ല, പകുതി മയക്കത്തിലാണ്. പക്ഷെ അങ്ങനെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കണം, ആവർത്തിച്ച് പ്രാർത്ഥിച്ചു. പക്ഷെ അതിന് ആരെയും കടിക്കാനേ പറ്റിയില്ല. അത് ഭയങ്കര ഒരു ടെൻഷനായിട്ട് പോയി. അങ്ങനെ ഞാൻ ഒരു സ്വപ്നം കണ്ടു. പക്ഷെ ഞാൻ ആ പ്രാർത്ഥിച്ച ആ വചനങ്ങൾ ആവർത്തിച്ച് ചൊല്ലിച്ചു. ഇതുവരെ ഇങ്ങനെ എനിക്ക് സംഭവം കണ്ടിട്ടേ ഇല്ല. എന്താണ് അറിയില്ല. ബ്രദർ അയച്ചു തന്ന വചനങ്ങളെല്ലാം ശക്തിയുള്ളതാണ്. നല്ലൊരു സമാധാനമുണ്ട്. ബ്രദറിന്റെ വചനങ്ങളൊക്കെ കേൾക്കുമ്പോൾ മനസ്സിനൊരു ധൈര്യം, എന്ത് വന്നാലും ശരി, എവിടെ പോകാനും ഒരു ധൈര്യമുണ്ട്, മനസ്സൊന്ന് റിലാക്സ് ആവുന്നുണ്ട്. കുറെ ടെൻഷൻ ഉണ്ട്. അതാണ് ഏറ്റവും വലിയൊരു. അതിനെ നമ്മളതിന് പ്രാർത്ഥിച്ചാൽ മതി. തീർച്ചയായിട്ടും ഈശോ പറഞ്ഞ പോലെ തന്നെ കർത്താവിന്റെ വചനമാണ്. അതുകൊണ്ട് കർത്താവിന്റെ വചനം നമുക്ക് സമാധാനം തരും. ഈശോ പറഞ്ഞ ഭയം വിട്ടുമാറട്ടെ, എല്ലാവിധമാകുന്ന ഭാരങ്ങളെയും കർത്താവ് എടുത്തു മാറ്റി. കർത്താവ് യേശുവിന്റെ നാമത്തിൽ എല്ലാ ഭയത്തെയും വിട്ടുമാറട്ടെ. വചനം ബലത്താൽ നിറയ്ക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ബ്രദറെ കേൾക്കാവോ? പറഞ്ഞു. ബ്രദറെ കഴിഞ്ഞ ദിവസമൊക്കെ കയറാനിട്ട് ഭയങ്കര സങ്കടമായിരുന്നു. എനിവേ ബ്രദറിനോട് പറയാൻ, എൻ്റെ മോൾക്ക് പെട്ടെന്ന് ഒറ്റയ്ക്ക് വീട്ടിൽ തന്നെയായിരുന്നു, നാട്ടിൽ പെട്ടെന്ന് പോകേണ്ട വന്നു, വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു. അപ്പം കഴിഞ്ഞ ദിവസം ഭയങ്കര തലവേദനയും തലകറക്കുമായിട്ട് മോൾക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പോലും മേലാത്ത അവസ്ഥ, ഗേറ്റെല്ലാം പൂട്ടിയൊക്കെ പുറത്തിറങ്ങാൻ മേലാത്ത അവസ്ഥ. അപ്പൊ എനിക്ക് ആകെ പേടിയായി. അപ്പൊ ഞാൻ വിചാരിച്ചു, എൻ്റെ പെട്ടെന്ന് മനസ്സിൽ വിചാരിച്ചു ബ്രദറിന് ഒരു മെസ്സേജ് ഇടാം. വിളിച്ചു നോക്കി മെസ്സേജ് ഇട്ടു, ഒന്നുമില്ല, ഒരു റിപ്ലൈ ഇല്ല, ഒന്നുമില്ല. അപ്പൊ എനിക്ക് ആ ഒരു അവസ്ഥയിൽ തന്നെ കടന്നു പോവുക. അപ്പൊ ഞാൻ വിചാരിച്ചു, ഇല്ല ബ്രദർ കണ്ടില്ലെങ്കിലും തമ്പുരാൻ കാണുന്നുണ്ട്. അപ്പൊ ഞാൻ മോളെ വിളിച്ചിട്ട് പറഞ്ഞു, വീഡിയോ കോൾ വിളിച്ചിട്ട് ഞാൻ തന്നെ മുട്ടുമേ നിന്നും ദൈവസന്നിധിയിൽ വചനം വെച്ച് പ്രാർത്ഥിച്ചു. ഒരു 10 മിനിറ്റ്സിനകത്ത് അവൾ എഴുന്നേറ്റ് ഫുഡ് കഴിക്കാനും എല്ലാത്തിനും ദൈവം ഇടയാക്കി. അതുപോലെ തന്നെ ബ്രദറിന്റെ ഈ സ്ക്രീനിൽ വരുന്ന വചനങ്ങള്, ഞാൻ വചനം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ രാവിലെ തൊട്ട് കുത്തിയിരുന്ന് ഇങ്ങനെ എഴുതി പഠിക്കുക വരെ ചെയ്യും. അപ്പൊ അത്രയും അങ്ങനെ ശരിക്കും ഞാൻ വചനത്തെ ഒരുപാട് സ്നേഹിക്കുന്നു. അങ്ങനെ ബ്രദറിന്റെ ഈ വചനങ്ങളെല്ലാം ഒരു 3 മണിക്ക് വെളുപ്പിലെ 3 മണിക്ക് എന്ന് ഞാൻ എഴുന്നേക്കും പ്രാർത്ഥിക്കാനായിട്ട്. അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാത്രി മുഴുവനും ഈ സ്ക്രീൻ എൻ്റെ മുന്നിൽ കൂടെ, ഈ രാത്രികളിലെല്ലാം ഞാൻ ഇപ്പൊ ഒരു 3-4 ദിവസം കൊണ്ട് ഇങ്ങനെ ഈ സ്ക്രീൻ ഫുള്ള് എപ്പോഴും കണ്ടുകൊണ്ട് ഉറങ്ങാൻ ഒരു ദൈവകൃപ എനിക്ക് ദൈവം തമ്പുരാൻ തന്നു. ദൈവത്തിന് മഹത്വം. ബ്രദറിന് ഒരുപാട് നന്ദി. ദൈവം അനുഗ്രഹിക്കട്ടെ. നന്ദി കർത്താവ്. എന്ന് പ്രിയമുള്ള പറഞ്ഞ പോലെ തന്നെ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കാൻ എപ്പോഴും നിങ്ങൾ സ്വയം പ്രാർത്ഥിക്കുവാനുള്ള. എന്നെ വിളിച്ചിട്ട് കിട്ടിയില്ല, പക്ഷെ കിട്ടിയില്ലെങ്കിലും ആ സമയത്ത് പതറിപ്പോകാതെ യേശുവിന്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവ് ശക്തി കൊടുത്തല്ലോ. യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഇന്നും ഇനിയും വചനത്താലും ഇനിയും ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാനുള്ള കൃപമേൽ കൃപ വർദ്ധിക്കട്ടെ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? മറ്റാരെങ്കിലും സാക്ഷ്യം പറയാനുണ്ടോ? മറ്റാരുമില്ല. പറഞ്ഞു. ഇന്നലെ റെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് അവര് നമ്മളോട് റെന്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ അവർക്ക് നമ്മൾ 13th 14th ആകുമ്പോഴാണ് കൊടുക്കുക. പക്ഷെ അവർക്ക് ചെക്ക് ആയതുകൊണ്ട് അവര് ഞങ്ങളോട് 10th വേണം, 9th നൈറ്റ് ആകുമ്പോഴേക്ക് വേണമെന്ന് പറഞ്ഞു.
പക്ഷെ പെട്ടെന്ന് പറയുമ്പോൾ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ ഞങ്ങളുടെ ഒരു ഫണ്ട് ഉണ്ട്, ഫണ്ടിനകത്തൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അതിലില്ല എന്ന് പറഞ്ഞിട്ട് അവർ കിട്ടിയില്ല എനിക്ക് ക്യാഷ്. പക്ഷെ എന്നിട്ടും ഞങ്ങൾ ഇവിടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, 2 ദിവസം സൂം മീറ്റിംഗ് ഇല്ലായിരുന്നല്ലോ. അപ്പോൾ ഞാൻ മീറ്റിംഗ് ഉണ്ടായിരുന്നു എനിക്ക് ഈവനിങ്ങിൽ, നമ്മളൊരു പ്രോഗ്രാമിന്റെ കോർഡിനേഷന്റെ. അപ്പൊ അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്ക് ഇവിടെ ഓണർ വന്നിട്ടുണ്ടായിരുന്നു. റെന്റ് എന്തായാലും രാത്രി 12 മണിയാകുമ്പോഴേക്ക് വേണം, അവർക്ക് ഇന്ന് മോർണിംഗിൽ ചെക്ക് ആണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു എങ്ങനെ കൊടുക്കും, നമുക്ക് എങ്ങനെയും കൊടുക്കാൻ പറ്റില്ല, എന്താവും ഇനി നാളെ ഇഷ്യൂ എന്ന് പറയാൻ പറ്റില്ല. ഓൾറെഡി നമുക്ക് നേരത്തെ ഇതുപോലത്തെ ബുദ്ധിമുട്ട് ഇഷ്യൂ ഉണ്ടായിരുന്നു, 1-2 ഫ്ലാറ്റിൽ നിന്ന് ഞങ്ങൾക്ക് ഇറങ്ങേണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഇനി വീണ്ടും ഇറങ്ങാൻ നമുക്ക് പറ്റില്ല, എന്തെങ്കിലും എന്തായിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു പേടിക്കണ്ട, നമ്മുടെ ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പത്രോസ് ഒരു ഇതുണ്ടല്ലോ, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, ഒരിത്തിരി സ്ഥലം മാറ്റി ഇതായപ്പോ ഒത്തിരി പടങ്ങ് നിറഞ്ഞ കവിയുമാർ കിട്ടിയല്ലോ എന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഞാൻ ആയിഷനോട് പറഞ്ഞു കുഴപ്പമില്ല, ടെൻഷൻ ആവണ്ട, നമ്മുടെ ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവം, നാളെ രാവിലെ 10 മണിയാകുമ്പോഴേക്കല്ലേ അവർക്ക് ചെക്ക്, അപ്പോഴേക്ക് നമുക്ക് എന്തെങ്കിലും അത്ഭുതം ദൈവം കാണിക്കുന്നു പറഞ്ഞു. നോർമലി ഇവിടെ എല്ലാവരും മൺഡേ ഡ്യൂട്ടി ഉള്ള കാരണം 10 മണിയാകുമ്പോഴേക്കെങ്കിലും 11 മണിയൊക്കെ ആകുമ്പോഴേക്കും ഉറങ്ങും സൺഡേയിൽ. അപ്പൊ ഞാൻ അങ്ങനെ പെട്ടെന്ന് എനിക്ക് ഞങ്ങളുടെ ഒരു അസോസിയേഷന്റെ ട്രഷററായ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പൊ ഞാൻ പെട്ടെന്ന് ഒന്നും ആലോചിച്ചില്ല, ഞാൻ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു 2 ദിവസത്തേക്ക് എനിക്ക് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അവൻ പെട്ടെന്ന് എന്നോട് പറഞ്ഞു ഓക്കെ ചേച്ചി എങ്ങനെയാ തരണ്ടേ, ഇപ്പൊ രാത്രിയിൽ ഞാൻ എങ്ങനെ തരിക ക്യാഷ് എന്ന് ചോദിച്ചു. ഞാൻ ഒന്നും ആലോചിച്ചില്ല, ഞാൻ ദൈവത്തോട് എൻ്റെ വചനങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു തല കുനിക്കാൻ ഇട വരുത്തില്ല എന്ന് എനിക്ക് വാക്ക് തന്നിട്ടുള്ളതാണ്. അപ്പം എനിക്ക് തല കുനിച്ച് നിൽക്കാൻ പറ്റില്ല, ഇനി ആരുടെ മുന്നിലും ഞാൻ തല കുനിക്കില്ല, അതുകൊണ്ട് ഞാൻ വിളിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഫോൺ എടുത്ത്, ഞാൻ ഹസ്ബൻഡ് ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു, ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ എന്നോട് ചോദിച്ചു ഏത് അക്കൗണ്ടിലാണ് ഇടണ്ടേന്ന്. ഞാൻ ഓണറുടെ നമ്പർ കൊടുത്തു. അപ്പൊ അവൻ പറഞ്ഞു ഞാൻ ഇപ്പൊ തന്നെ ഇട്ടേക്കാന്ന് പറഞ്ഞു. അപ്പോ അത് കഴിഞ്ഞ് പിന്നെ രാവിലെ ആയപ്പോ പുള്ളി എനിക്ക് വീണ്ടും മെസ്സേജ് അയച്ചു ഇതുവരെ എമൗണ്ട് ക്രെഡിറ്റ് ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ അവനെ വിളിച്ചിട്ട് എനിക്ക് ഫോൺ കിട്ടുന്നില്ല. പക്ഷെ അപ്പോഴും ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്, ആരെന്നെ ചതിച്ചാലും എൻ്റെ ദൈവം എന്നെ ചതിക്കില്ല, എനിക്കത് അവരുടെ മുന്നിൽ തല കുനിക്കാൻ എന്നെ ഇന്ന് ഇടവരുത്തില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അപ്പൊ തന്നെ ഞാൻ അവനെ വിളിച്ചു. അപ്പൊ അവനെന്തോ മീറ്റിങ്ങിലായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അവൻ അയ്യോ ചേച്ചി ഞാൻ വിട്ടുപോയി, പെട്ടെന്ന് മീറ്റിങ്ങിൽ കയറി, പിന്നെ രാത്രിയിൽ ഞാൻ മറന്നുപോയി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഓൺ ദ സ്പോട്ടിൽ വിത്തിൻ 5 മിനിറ്റ്സിനുള്ളിൽ ആ ചെക്ക് അവർക്ക് ഇടേണ്ട പൈസ അവരുടെ അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുത്തു. അപ്പൊ തന്നെ ഓണർ എനിക്ക് മെസ്സേജ് ഇട്ടു ക്രെഡിറ്റ് ആയെന്ന് പറഞ്ഞിട്ട്. എല്ലാം അത്രപ്പോരെ സമയത്തിനുള്ളിൽ നടന്നു. പക്ഷെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാല് ലാസ്റ്റ് മിനിറ്റിൽ ഇപ്പം 10 o'clock നമുക്കൊരു ആവശ്യം വേണ്ടതെങ്കിൽ 9:59 ആയിരിക്കും ചിലപ്പം ദൈവം പ്രവർത്തിക്കാം. അത്ര സെക്കൻഡുകൾക്കുള്ളിലാണ് എൻ്റെ ലൈഫിൽ ഓരോ നിമിഷവും ദൈവം പ്രവർത്തിക്കുക. അതെനിക്കിപ്പം കുറച്ച് നാളുകളായിട്ട് ഞാൻ ഓരോ സാക്ഷ്യം പറയുമ്പോഴും ഞാനത് ശ്രദ്ധിച്ച് നോക്കുന്ന ഒരു കാര്യമാണ്. എൻ്റെ എല്ലാ കാര്യത്തിലും എൻ്റെ ദൈവം ലാസ്റ്റ് നിമിഷമാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ആ സമയം വരെ എനിക്ക് ഒരു ടെൻഷനും ഇല്ല. ഞാൻ ഒരാളോട് വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ദിവസം ആ ടൈമിൽ എനിക്കത് കൊടുക്കാൻ പറ്റാറുണ്ട്. ഒരു കാരണവശാലും എൻ്റെ ദൈവം എന്നെ ലജ്ജിതയാവാൻ അനുവദിച്ചിട്ടില്ല, തല കുനിച്ച് നിൽക്കാനും അനുവദിച്ചിട്ടില്ല. ഇപ്പം ഇത്രയും നാളായിട്ട് ഞാനിപ്പോ നവംബർ തൊട്ടാണ് ഇവിടെ വരാൻ തുടങ്ങിയത്. അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള ബ്രദറിന്റെ ഓരോ വചനങ്ങളും ഞാൻ എൻ്റെ മനസ്സിലാണ് ഓർത്ത് വെക്കുന്നത്. എല്ലാ കാര്യങ്ങളും എന്നാലാവുന്ന വിധത്തിൽ ഞാൻ സൂമിലും അറ്റൻഡ് ചെയ്യുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ദൈവത്തിനും ആ അനുഗ്രഹം ഞങ്ങളിലേക്ക് പകർന്നു തന്ന ബ്രദറിനും കുടുംബത്തിനും നമ്മുടെ സൂമിലെ എല്ലാവർക്കും ഒത്തിരി നന്ദി. കാരണം അത്രത്തോളം പവർഫുള്ളായ രീതിയിലാണ് ബ്രദർ സംസാരിക്കുന്നത്. നമുക്ക് എത്രത്തോളം അത് നമ്മുടെ മനസ്സിലേക്ക് പതിയുന്നുണ്ട് എന്നുള്ളത് ഓരോ വ്യക്തികൾക്കും ഇവിടെ അറിയായിരിക്കും. അപ്പൊ ഒത്തിരി നന്ദി, ഒത്തിരി സന്തോഷം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. കർത്താവേ, പ്രിയമോള് പറഞ്ഞോളൂ, തക്ക സമയത്ത് ഒരുക്കുന്ന വ്യക്തിയാണ്. അവരുടെ മനസ്സിൽ ഉള്ളിൽ ഇങ്ങനെ വന്ന് ചിലപ്പോൾ ഇവിടുന്ന് ഇറങ്ങേണ്ടി വരുമോ എന്ന് ഹസ്ബൻഡ് പറയാൻ ഇടയാ തീർന്നു. ഞാനൊരു കാര്യം പറയാം, കർത്താവിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ഓർക്കും എല്ലാം അവസാനിച്ചു. പിടിക്കും.
കർത്താവിനെ മുറുക്കെ പിടിച്ചാൽ കർത്താവ് നമ്മളെ മുറുക്കെ പിടിക്കും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പ്രിയ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ദൈവം തക്ക സമയത്ത് വഴിയൊരുക്കി. പിന്നെ ഞാൻ പറയുന്നത്, ഞാനെന്ന വ്യക്തിയെ ഇവിടെ ദൈവം ഇരുത്തേക്കുന്നുള്ളൂ. ഈ വചനങ്ങളുടെ മുഴുവൻ ഉറവിടം കർത്താവാണ്. പരിശുദ്ധാത്മാവ് നമുക്കതെല്ലാം തരുന്നതാണ്. അതുകൊണ്ട് കർത്താവിന് മഹത്വം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ഇന്ന് നമ്മുടെ ബ്രദർ പറഞ്ഞ ആ ഒരു സാക്ഷ്യം ഞാനിപ്പോൾ കേൾപ്പിക്കാം. അതൊന്ന് പറഞ്ഞിട്ട് നമുക്ക് അടുത്തൊരു സാക്ഷ്യത്തിലേക്ക് ഒന്ന് പോകാം. ഞാനിപ്പോൾ അത് കേൾക്കാൻ പറ്റുന്നുണ്ടോ നോക്കണം. കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം. ഓക്കെ. ബ്രദറെ ജെയ്സനാണ്. വാട്സപ്പിൽ എന്നോട് അയക്കാൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അയക്കുന്നത്. ഞാൻ പെട്ടെന്ന് പറയാം. ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇതേപോലെ ഓരോ ദിവസവും സാക്ഷ്യം പറയാനായിട്ട് മ്യൂട്ട് മാറ്റിയിട്ട് ശ്രമിക്കുമ്പോഴൊക്കെ ഓരോരുത്തർ ഇങ്ങനെ പറയുന്നതുകൊണ്ട് കയറി വരുന്നതുകൊണ്ട് ഓവർലാപ്പ് അത് ഞാൻ അങ്ങ് കട്ട് ചെയ്ത് മാറുകയാണ് പതിവ്. അപ്പോൾ ഇന്ന് എനിക്കെന്തായാലും അത് പറയാനായിട്ടുള്ളൊരു സമയം ലഭിച്ചു. ഞാനിത് പ്രാർത്ഥനയിൽ കയറാനായിട്ട് എൻ്റെ ടീച്ചർ പറഞ്ഞിട്ട് ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കാൻ തുടങ്ങിയ സമയം തൊട്ട് എൻ്റെ ജീവിതത്തിന് വലിയ മാറ്റങ്ങളുണ്ട്, പ്രതീക്ഷയുണ്ട്. ആകെ തകർന്നിരുന്ന എനിക്ക് വലിയൊരു ഉണർവും സന്തോഷവും ഒക്കെയാണ്. അപ്പോൾ ഓരോ കാര്യവും ഞാൻ ഈ വചനം പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാനും ഇന്ന് വരെ ലൈഫിൽ എനിക്കിപ്പോൾ 42 വയസ്സ് കഴിഞ്ഞ് 41 വയസ്സായി. വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ശീലമില്ലായിരുന്നു, പ്രാർത്ഥന ഉണ്ടായിരുന്നു എന്നാലും. പക്ഷേ ഇപ്പോൾ ഞാൻ നമ്മുടെ ഈ ബ്രദർ പ്രതിജ്ഞയായിട്ട് പറയുന്ന വാക്കുകളുണ്ട്. നമ്മുടെ പ്രാർത്ഥനാ മീറ്റിംഗ് തുടങ്ങുമ്പോൾ തന്നെ ആദ്യം പറയുന്ന വാക്കുകളുണ്ടല്ലോ, യഹോവയുടെ ഇടയൻ, പാമ്പുകളെയും തേളുകളെയും ചവിട്ടുവാൻ ഞാൻ നിനക്ക് അധികാരം തരുന്നു. അപ്പോൾ ഈ വാക്കുകൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അത് പ്രാർത്ഥിച്ചിട്ടാണ്, അത് ഞാനൊരു 10 പ്രാവശ്യം പറഞ്ഞിട്ടാണ് ഞാനോരോ എൻ്റെ ആവശ്യങ്ങൾ പറഞ്ഞിട്ട് ഓരോ ദിവസവും എനിക്ക് വരുന്ന തടസ്സങ്ങൾ, എനിക്ക് നേടേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുക. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ 10-12 ദിവസമായിട്ട് ഹോസ്പിറ്റലൈസായിരുന്നു. അപ്പോൾ ഏകദേശം 1 ലക്ഷം രൂപയ്ക്ക് അടുത്തുള്ള ബില്ല് എനിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇൻഷുറൻസ് കമ്പനി ഇപ്പോൾ ഞാൻ ചേഞ്ച് ചെയ്തുകൊണ്ട് ലാസ്റ്റ് ഇയർ ചേഞ്ച് ചെയ്തുകൊണ്ട് അതിന് ശേഷം വന്ന ആദ്യത്തെ ക്ലെയിമായിരുന്നു. അപ്പോൾ ഇവർ പല ക്വയറികളും ചോദിച്ചിട്ട് എൻ്റെ ക്ലെയിം തടസ്സപ്പെടുത്താനായിട്ട് അങ്ങനെ മാക്സിമം അവർ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ വിശ്വാസത്തോടെ അപ്പോൾ ഇങ്ങനെ ഇത്രയും ദിവസമായി കഴിഞ്ഞപ്പോൾ ഞാൻ വിശ്വാസത്തോടെ ഈ 2 പ്രാവശ്യം ഓരോ 2 പ്രാവശ്യത്തെ ബില്ലും ഒരു 50,000 ഒരു 55,000 2 പ്രാവശ്യത്തെ ബില്ല് ഞാൻ ഈ വചനം 10 പ്രാവശ്യം വീതം പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചു. വളരെ ചുരുങ്ങിയ നേരം കൊണ്ട്, പ്രാർത്ഥന കഴിഞ്ഞ് ചുരുങ്ങിയ നേരം കൊണ്ട് ഒരു തടസ്സവും കൂടാതെ അപ്രൂവൽ അവർ തരികയും ചെയ്തു. അപ്പോൾ എനിക്ക് വലിയ പ്രത്യാശയുണ്ട്. ഈ പ്രാർത്ഥനയിലും ഇതിലും വളരെ സന്തോഷമുണ്ട്. ഞാൻ ഇതിനകത്തുള്ള മെസ്സേജുകളും കാര്യങ്ങളൊക്കെ മാക്സിമം ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ ഇന്ന് പറഞ്ഞ കാര്യം, ഒരു കമ്പനി നടത്താതിരിക്കാൻ വേണ്ടി ആളുകൾ അതിനകത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ അതിനെ തകർക്കാനായിട്ട് പലതും മുമ്പിൽ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ കമ്പനി അതേപോലെ എൻ്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സൊക്കെ കൂടി ചേർന്ന് എന്നെ ചതിച്ച് തകർത്ത് എനിക്കൊരു 22 കോടി രൂപയുടെ കടം വന്ന് ഞാൻ ജയിലിലൊക്കെ പോകേണ്ടി വന്നതാണ്. അപ്പോൾ എങ്ങനെ അത് മുന്നോട്ട് കൊണ്ടുപോകും? ഞാൻ ഒറ്റയ്ക്കാണല്ലോ, ആരും എന്നെ സഹായിക്കാനില്ലല്ലോ. 400ഓളം ജോലിക്കാരുണ്ടായിട്ട് ഇപ്പോൾ ഒരു ജോലിക്ക് പോലും ഒരാൾ പോലും എൻ്റെ കൂടെ ഇല്ല. ഞാൻ വിശ്വസിച്ചിരുന്ന എല്ലാവരും മാറിയല്ലോ. അങ്ങനത്തെയൊക്കെ എപ്പോഴും ഞാൻ നിരാശയോട് ചിന്തിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ദിവസങ്ങളായിട്ട് പ്രാർത്ഥന കൂടാൻ തുടങ്ങിയതിന് ശേഷം എന്നെക്കൊണ്ട് സാധിക്കും, ദൈവം എന്നെക്കൊണ്ട് ചെയ്യിക്കും എന്ന് തന്നെയാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇന്നിപ്പോൾ ബ്രദർ പറഞ്ഞപ്പോൾ ഞാനത് വിശ്വാസത്തോടെ ഏറ്റെടുത്തിട്ടുണ്ട്. ആ കമ്പനിയുടെ കാര്യം പറഞ്ഞത് അത് എനിക്ക് വേണ്ടിയിട്ടാണ്, എൻ്റെ കമ്പനിയുടെ കാര്യമാണ്. എന്നെ തടസ്സപ്പെടുത്താൻ നോക്കുന്ന ആളുകളെയാണ് ആ ദൈവം പറഞ്ഞതുപോലെ ഒറ്റയ്ക്ക് എന്നെക്കൊണ്ട് അവരെ ജയിപ്പിക്കും. ആ കേസുകളെല്ലാം ജയിപ്പിച്ച് എൻ്റെ കടബാധ്യത ദൈവം തീർക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ആലോചനയും എൻ്റെ ആ സാക്ഷ്യങ്ങൾ 2 സാക്ഷ്യങ്ങളും കൂടി പറയാനാണ് ഞാൻ വിളിച്ചത്. ദൈവം ബ്രദറിനെയും ഈ സൂം മീറ്റിംഗ് ഈ പ്ലാറ്റ്ഫോമിനെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നന്ദി കർത്താവ്. ഇന്ന് പ്രിയ ബ്രദർ പറഞ്ഞ സാക്ഷ്യത്തിന് നന്ദി പറഞ്ഞതുപോലെ തന്നെ ദൈവം ഇടപെട്ട ആലോചനയാണ് ഇന്ന് തൻ്റെ ശത്രുക്കളുടെ നടുവിൽ തന്നെ എതിർക്കുന്നവരുടെ നടുവിൽ ദൈവം മാനിക്കുമെന്ന് പറഞ്ഞതുപോലെ സകല തടസ്സങ്ങളെ നീക്കി ദൈവം ആ വചനം പറഞ്ഞു. നിങ്ങൾ പറഞ്ഞല്ലോ, വചനം പറഞ്ഞ് ആ തടസ്സങ്ങളുടെ മേൽ ജയമെടുക്കുവാൻ കർത്താവ് ഇടയാക്കി. വചനത്തിൻ്റെ ശക്തി കൊണ്ട് നമ്മൾ കേട്ടതുപോലെ വചനമാണ് നമ്മുടെ ജീവിതം. അതിലേക്ക് നമ്മൾ എത്തിപ്പെടുകയാണ്. എങ്ങനെ പ്രാർത്ഥിക്കണം, എങ്ങനെ വിശ്വസിക്കണം, എങ്ങനെയാണെന്നുള്ളതൊക്കെ നമ്മൾ ദൈവാത്മാവ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്ന വചന സന്ദേശങ്ങൾ. അതുപോലെ നിങ്ങൾ പ്രാർത്ഥിക്കുക, അതേപോലെ സാക്ഷ്യങ്ങൾ ഉണ്ടാവും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യത്തിനായിട്ട്? ഉണ്ടെങ്കിൽ വേഗം പറഞ്ഞാട്ടെ. ബ്രദറെ, ഇപ്പം ബിജു എന്ന് പറഞ്ഞില്ലായിരുന്നു, പ്രചരിച്ചായിരുന്നല്ലോ ബിജു. അതെന്റെ ഹസ്ബൻഡാ, മരിച്ചുപോയി. ഞാൻ എപ്പോഴും പറയുന്നത് ഞാൻ ഒറ്റയ്ക്കാന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ബ്രദർ അത് പറഞ്ഞായിരുന്നു. തീർച്ചയായിട്ടും കർത്താവ് അത് ഇന്ന് നിങ്ങളുടെ വലിയൊരു കരുതൽ, ദൈവത്തിൻ്റെ കരുതൽ നിങ്ങളുടെ കൂടെ ഉണ്ട് കേട്ടോ. പ്രാർത്ഥിച്ചോണം. കർത്താവ് ഒറ്റയ്ക്കാണ്. ആ വാക്ക് എൻ്റെ ഉള്ളിലേക്ക് ദൈവാത്മ എടുത്തു പറയണം. ആ വാക്ക് ഒറ്റയ്ക്കല്ല, യേശു കൂടെയുണ്ട്. മുന്നോട്ട് ദൈവം നടത്തും. മുന്നോട്ടുള്ള ഭാവിയിൽ ദൈവം ഏറ്റവും അനുഗ്രഹമാക്കി ദൈവം നടത്തും. കർത്താവിൻ്റെ കരുതലുണ്ട്. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. സ്വതം. ഹല്ലേലൂയ. ആമേൻ.
പറഞ്ഞു. ഹല്ലേലൂയ. ഞാൻ എനിക്ക് ഒരു ഒഫീഷ്യൽ പ്രതിസന്ധി വന്ന കാര്യം ഞാൻ ബ്രദറിനോട് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇന്നും നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പൊ ആ വിഷയത്തിന്മേൽ കർത്താവ് എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അപ്പൊ അത് ഞാൻ നാളെ അതിന്റെ സാക്ഷ്യം പറയാം. എന്തായാലും അതിന് മുന്നോടിയായിട്ട് ഞാൻ അഡ്വാൻസ് സാക്ഷ്യം പറയുന്നതാണ്. കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിച്ചതിനെ ഓർത്ത് നന്ദി പറഞ്ഞു. ഇന്നലെ അതായത് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ വിളിച്ച് പറഞ്ഞു. അതിനുശേഷം നമുക്ക് പ്രാർത്ഥിക്കാൻ 2 ദിവസം പ്രാർത്ഥിക്കാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ ആ നമ്മുടെ യൂട്യൂബിൽ അയച്ചു തന്ന മെസ്സേജ് ഞാൻ കേട്ടു. എനിക്കത് വലിയ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നല്ലോ, എനിക്ക് വലിയ ആശ്വാസം ഉണ്ടായിട്ടുണ്ട്. കാര്യം ഇന്ന് തന്നിരുന്ന 15 മിനിറ്റിന്റെ 13 മിനിറ്റിന്റെ ഉള്ള യൂട്യൂബ് മെസ്സേജസ് വലിയ അതിന്റെ മിനിഞ്ഞാന്നത്തെ മെസ്സേജസ് വൻ ആശ്വാസമാണ്. വലിയ വമ്പൻ ആശ്വാസം എന്ന് പറഞ്ഞാൽ വലിയ അതിഗംഭീരമായ ആശ്വാസം നൽകുന്ന ഒരു മെസ്സേജ് ആയിരുന്നു അത്. കർത്താവ് അവിടുത്തെ വചനത്തിലൂടെ നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുമെന്ന് പറയാം. അതായത് ഒരു ഉദാഹരണത്തിന് സിമ്പിളായിട്ട് അത് ആരെങ്കിലും കേട്ടിട്ടില്ല എങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. അതിൽ പറഞ്ഞ അതിന്റെ ഒരു അന്തസത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യഹോവന്റെ ഇടനാകുന്നു, മറ്റേ ഒരനർത്ഥം നിനക്ക് ഭവിക്കരുത്, ഒരു ബാധ നിന്റെ കൂടെ അതിന് അടുക്കുകയില്ല എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അത് പറയുന്നതാര ആകാശഭൂമിയെ സൃഷ്ടിച്ച യഹോവയായ ദൈവം എന്നോട് പറയുന്നു, ഒരനർത്ഥം നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധ നിന്റെ കൂടെ അടുക്കുകയില്ലാണ്. അപ്പൊ ആ അർത്ഥം ഉൾക്കൊണ്ട് ഞാനത് 3 പ്രാവശ്യം കേൾക്കുന്നു. അപ്പൊ നാളെ ഞാൻ അത്ഭുതകരമായ സാക്ഷ്യം വർണ്ണിക്കാൻ എന്നെ കർത്താവ് അനുവദിച്ചതിനോട് നന്ദി പറഞ്ഞു. ആമേൻ. അന്നേ കർത്താവെ, ഞങ്ങൾ ഈശ്വരനാഥ മകൻ അനുഗ്രഹിച്ചു. നാളത്തെ ദിവസം ഏറ്റവും വലിയൊരു അനുഗ്രഹത്തിൻ്റെ എക്സ്പീരിയൻസ് അവിടെ ഉണ്ടാകട്ടെ. വചനത്താൽ ബലപ്പെടുത്തിന് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം? ഹലോ ബ്രദറെ. ഹലോ, പറഞ്ഞു സിസ്റ്ററെ. കഴിഞ്ഞ ദിവസം ഞാൻ ജോലിക്ക് പോയിട്ട് വീട്ടിൽ നിന്ന് അടുക്കളക്കകത്തു നിന്ന് പുറത്തോട്ട് ഇറങ്ങിയതാണേ. പെട്ടെന്നൊരു പാമ്പ്, ഞാൻ കയറി ചവിട്ടിയില്ല, പെട്ടെന്ന് അത് തല പൊക്കി ഇങ്ങനെ നിന്നു. പക്ഷെ പെട്ടെന്ന് ഞാൻ അവരെ എല്ലാവരെയും വിളിച്ചു. മൂർഖൻ പാമ്പായിരുന്നു. പെട്ടെന്ന് അവര് തല്ലിക്കൊല്ലുകയൊക്കെ ചെയ്തു. പക്ഷെ ഞാൻ കയറി ചവിട്ടാൻ ഇങ്ങനെ ഒരുങ്ങിയപ്പോഴാണ് അത് തല പൊക്കിയത്. ദൈവം അതിൻ്റെ അകത്തുനിന്ന് തന്നെ രക്ഷിച്ചു. ഒരു വീഴ്ച കഴിഞ്ഞതേ ഉള്ളൂ. പക്ഷെ പെട്ടെന്ന് അതിൽ നിന്ന് ഒരു അപകടത്തിൽ നിന്ന് ദൈവം എന്നെ രക്ഷിച്ച്. പിന്നെ ഒരു സാക്ഷ്യം പറയാനുള്ളത്, എൻ്റെ കുഞ്ഞുങ്ങൾ 3 പേരും, ഞാൻ സ്കൂൾ തുറക്കുന്ന സമയമാണല്ലോ, ഞാൻ ഒത്തിരി ഭാരപ്പെട്ട് 3 പേരെ സ്കൂളിൽ വിടണമല്ലോ. പിതാവില്ലാത്തവർക്ക് നല്ലൊരു ദൈവം സ്വർഗത്തിലുണ്ടല്ലോ. തക്ക സമയത്ത് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഭാഗ്യം. സിസ്റ്ററെ കട്ടായി പോയില്ലേ സിസ്റ്ററെ? ഓഡിയോ കട്ടായിപ്പോയി. സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ വലിയൊരു ആപത്തിൽ നിന്നും അനർത്ഥത്തിൽ നിന്നും കർത്താവ് വിടുവിച്ചു. വലിയ അദ്ദേഹം ചവിട്ടേണ്ടതായിരുന്നു പവനക്ഷ ദൈവം സൂക്ഷിച്ചു. കുഞ്ഞുങ്ങളുടെ കാര്യത്തിലായിക്കോട്ടെ കർത്താവ് വലിയൊരു കരുതലിനെ ചെയ്തല്ലോ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രിയമക്കത് സിസ്റ്റർ കേൾക്കുന്നുണ്ടോ? കട്ടായിപ്പോയായിരുന്നു ഓഡിയോ. ഇല്ല, കേൾക്കുന്നുണ്ട്. തീർച്ചയായിട്ടും സിസ്റ്ററെ, കർത്താവ് അത് കരുതും. ധൈര്യമായിട്ടിരിക്കുക കേട്ടോ. കർത്താവ് പ്രിയമകളെ സൂക്ഷിച്ചതിന് നന്ദി, ഏറ്റവും അനുഗ്രഹമാക്കിയതിന് നന്ദി. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കൃപ എന്നവിടെ കൂടുന്നതിന് നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ദിവസങ്ങളിൽ നിങ്ങളെ ലിങ്കുകളെ ഷെയർ ചെയ്യുക. എന്ന് കേട്ട സാക്ഷ്യങ്ങളൊക്കെയും നമ്മൾ ഒരു മടിയും കൂടണ്ട. സുവിശേഷ നിമിത്തമാണ് നമ്മൾ ചെയ്യുന്നത്. ലിങ്കുകൾ അനേകർ കൊടുക്കുക. യൂട്യൂബിലും വരുന്നുണ്ട്. വചനങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കുക. നിങ്ങൾ വാട്സാപ്പിലോ യൂട്യൂബിലോ ഒക്കെ കഴിവതും നമ്മുടെ പ്രാർത്ഥനകളെ ഫോളോ ചെയ്യുക. കാര്യം എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കുന്നത് വാട്സാപ്പിലായിരിക്കും, അല്ലെങ്കിൽ യൂട്യൂബിലായിരിക്കും. അപ്പോൾ നിങ്ങളത് രണ്ടും ശ്രദ്ധിച്ചോണം. അപ്പോൾ ഞാൻ രണ്ടും ഇന്നലെ നമ്മുടെ സൂം ബ്ലോക്കായ സമയത്ത് ഞാൻ അത് രണ്ടിലും മെസ്സേജ് അയച്ചിരുന്നു. എല്ലാവർക്കും ഇപ്പോഴും കുറേ ആൾക്കാർക്ക് എത്തിപ്പെട്ടിട്ടില്ല. പലർക്കും ലിങ്കുകൾ മിസ്സായവരുണ്ട്. കാര്യം ആരെങ്കിലും അയച്ചു കൊടുക്കുന്ന ലിങ്ക് ആയതുകൊണ്ട് ചിലപ്പോൾ അവരതും വെച്ചുകൊണ്ടിരിക്കും. ഞാനുമായിട്ട് വാട്സാപ്പിൽ ലിങ്ക് ആവുക, അല്ലെങ്കിൽ യൂട്യൂബിൽ നിങ്ങൾ ലിങ്ക് ആവുക. അപ്പോൾ നിങ്ങൾക്ക് അടുത്തുള്ള അപ്ഡേഷൻ, ഇപ്പം 3 മാസമായി നമ്മുടെ വീണ്ടും ടൈമിൽ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക പ്രാർത്ഥനയിൽ വരുമ്പോൾ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് കൂടെ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് കർത്താവ് നമുക്ക് വേണ്ടി വിശ്വാസ പ്രഖ്യാപനം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ വലിയ കൃപ നമുക്ക് ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ. എന്നാൽ നമുക്ക് ഉണ്ടാകുന്നവർ. അതുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ അത് കിട്ടിയതിനായി നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചാട്ടെ. കർത്താവ് അത് ചെയ്യും.
സൂമിൽ കാണുന്നവർക്ക് നിങ്ങൾക്ക് ഈ ഒരു പ്രാർത്ഥനയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ പ്രാർത്ഥനയുടെ ലിങ്ക് കിടപ്പുണ്ട്. ആ ലിങ്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ നമുക്കത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും ആ ലിങ്ക്, അത് നിങ്ങൾക്ക് കാണാം. ഫേസ്ബുക്കിലും അങ്ങനെ തന്നെയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് താഴെ സ്ക്രോൾ ചെയ്ത് പോകുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അനേകർ അനുഗ്രഹത്തിനായിട്ട് വചനങ്ങൾ ഷെയർ ചെയ്യുക. ഇതൊരു പ്രാർത്ഥനാ ചാനലായതുകൊണ്ട് അനേകർക്ക് കൊടുക്കുക, വചനം കൊടുക്കുക. ഇന്നത്തെ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ ആണ് സുവിശേഷം കൊടുക്കാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം. അത് ഉപയോഗിക്കുക. നമുക്ക് യൂട്യൂബിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. കർത്താവ് ഞങ്ങൾ അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേൾക്കുന്ന ഓരോ മക്കളെയും ബ്ലെസ് ചെയ്യുന്നപ്പ നന്മയുണ്ടാകട്ടെ, ഉയർച്ച ഉണ്ടാകട്ടെ, അനുഗ്രഹം ഉണ്ടാകട്ടെ, സമൃദ്ധി ഉണ്ടാകട്ടെ, വഴികൾ വാതിലുകൾ തുറന്നു വരട്ടെ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് അവരുടെ അതിരുകളെ വിസ്താരമാക്കുന്നതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.